السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين في الدارين. بسم الله العليم القدرة والشان، شديد البطش والبرهان، حافل الدين والقرآن. بسم الله ما شاء الله كان، وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. لا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري، رب اشرح لي صدري ويسر لي أمري، واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. قال الله عز وجل: ثلاث من كن فيه وجد بهن حلاوة الإيمان، إلى آخر الحديث. شفيعنا رسول الله يا خير من دفينت بالقاء يعظمه، فأطاب من طيبهن الكاه واللكم. نفسي فداه لقبر أنت ساكنه، فيه العفاف وفيه الجود والكرام. أنت النبي الذي ترجى شفاعته عند الصراط إذا مات القدم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. جل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സർവ്വാദരണീയരും ബഹുമാന്യരും അഹ്ലുബൈത്ത് കുടുംബത്തിലെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ പരമ്പര, തങ്ങളുടെ കുടുംബത്തിലെ വിശുദ്ധ നേതൃത്വവും, നമ്മുടെ ആത്മീയ നേതാവും, നമ്മുടെ വലിയ നേതാവും, നമ്മുടെ നാടിൻ്റെ സ്വകാര്യ അലങ്കാരവും, നമ്മുടെ ഏറ്റവും വലിയ അഭിമാനവും, അനവധി നിരവധി കശ്ഫ് കറാമത്ത് കൊണ്ട് വിശ്രുതരായ മഹാനായ സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെ പ്രിയപ്പെട്ട മകനും നമ്മുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയും കൂടിയായിട്ടുള്ള മഹാനായ സയ്യിദ് അമീർ തങ്ങൾ, സമാദരണീയരും ബഹുമാന്യരും മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലുബൈത്ത് കുടുംബത്തിലെ വലിയ സാന്നിധ്യം, നമ്മുടെ വലിയ നേതൃത്വം, ഈ മഹൽ സംഗമത്തിന്റെ പ്രാരംഭത്തിൽ ഭക്തിനിർഭരമായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ മഹാനരായ സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ, നമ്മുടെ ഈ മഹത്തായ പരിപാടി ഹ്രസ്വമാണെങ്കിലും പ്രൗഢമായ ആത്മീയോപദേശം നൽകി മനോഹരമായ നിലക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പ്രഗത്ഭ പണ്ഡിതരും എൻ്റെ ആത്മസുഹൃത്തും എല്ലാത്തിനേക്കാളുപരി ചരിത്രമുറങ്ങുന്ന ഈ കിന്യ മഹല്ലത്തിന്റെ പ്രഗത്ഭരായ ഖത്തീബും മുദരിസും കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് മജീദ് ദാരിമി, നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ, നമ്മുടെ മഹല്ലത്തിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹാജി സാഹിബ്,
നമ്മുടെ ഈ മഹത്തായ വേദിയിലെ വലിയ സാന്നിധ്യം, വലിയ വ്യക്തിത്വം, നമ്മുടെ വലിയ നേതൃത്വം, ദാരിമി അസോസിയേഷന്റെ പ്രഗത്ഭനായ സാരഥി പ്രിയപ്പെട്ട ഉസ്താദ് തബൂക്ക് ദാരിമി, നാട്ടുകാരനും കൂട്ടുകാരനും എല്ലാത്തിനേക്കാളുപരി വലിയ ഗുണകാംക്ഷിയും പ്രഗത്ഭനായ പണ്ഡിതനും എൻ്റെ വലിയ സുഹൃത്തും കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട അബൂബക്കർ ദാരിമി, നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ, നമ്മുടെ അനുഗ്രഹീത സംഘാടകൻ, ജമിയത്തുൽ മുഅല്ലിമീന്റെയും റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെയും വിദ്യാഭ്യാസ ബോർഡിന്റെ ഒക്കെ സമുന്നതനായ സാരഥിയും, നമ്മുടെ വലിയൊരു ഈ റേഞ്ചിന്റെ കരുത്തനായ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ലത്തീഫ് ദാരിമി ഉസ്താദ്, പരിപാടിയുടെ പ്രാരംഭത്തിൽ മനോഹരമായ നിലക്ക് ഒരു കാര്യം പോലും വിട്ടുപോകാതെ എല്ലാം ജാമ്യവും മാന്യവുമായ നിലക്ക് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് റേഞ്ച് ചെയ്ത പ്രവർത്തനങ്ങളും ചെയ്യാൻ ബാക്കി വെച്ച പ്രവർത്തനങ്ങളും ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങളും കാലങ്ങൾ എത്രയായി നടന്നു വന്ന ഓരോ വഴിയടയാളങ്ങളും ഈ സമുദായത്തിന്റെ മുമ്പിൽ ഒരു പുസ്തകം പോലെ തുറന്നു വെച്ച് എല്ലാവർക്കും സ്വാഗതമോദിയ എന്റെ അഭിമന്യ കൂട്ടുകാരൻ, എന്റെ ആത്മസുഹൃത്ത്, അനുഗ്രഹീത സംഘാടകൻ, ബഹുമാനപ്പെട്ട നമ്മുടെ റേഞ്ചിന്റെ പ്രഗത്ഭനായ സെക്രട്ടറി പ്രിയപ്പെട്ട മുസ്തഫ ഫൈസി. വേദിയിൽ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ പേര് ഓരോന്ന് പറയാൻ പോയാൽ സമയം നീളും എന്നതുകൊണ്ട് മാത്രം ചുരുക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ശബ്ദം ശ്രദ്ധിക്കുന്ന നല്ലവരായ ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനികൾ, അല്ലാഹു റബ്ബുൽ തആല നാം ഈ ഒരുമിച്ച് കൂടുന്നതിനേക്കാളേറെ ഭംഗിയായി നമ്മയും നാമുമായി ബന്ധപ്പെട്ട വേണ്ടപ്പെട്ട എല്ലാവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അവന്റെ സ്വർഗ്ഗലോകത്തെ ഹിസാബില്ലാതെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധമായ സംഗമത്തിന്റെ, ഈ മഹൽ സഭയുടെ ഈ ധന്യമായ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട്, ഈ മാസത്തിന്റെ ബർക്കത്തുകൊണ്ട് കാരുണ്യവാനായ റബ്ബ് നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളും നിറവേറ്റി തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അവന്റെ പൊരുത്തത്തിലും അവന്റെ താഅത്തിലും ഇൽമുൻ നാഫിന്റെ ഖിദ്മത്തിലും സുന്നത്ത് ജമാഅത്തിന്റെ ഈമാനിലും ഇതുപോലെയുള്ള നൽകാര്യങ്ങൾക്ക് വലിയ ഭാഗ്യം ചെയ്യപ്പെട്ടവരുമായ നിലക്ക് ദീർഘായുസ്സ് നൽകി, ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ പരിപാടിയുടെ നടത്തിപ്പിന് വേണ്ടി, ഇതിന്റെ വിജയത്തിന് വേണ്ടി, ഇതിന്റെ നല്ല പര്യവസാനത്തിന് വേണ്ടി നാളേറെയായി അല്ല മാസങ്ങളായി ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ, കിന്ന റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ, റേഞ്ച് മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾ, മഹല്ല് നേതൃത്വം, നല്ലവരായ പ്രവർത്തകന്മാർ, എല്ലാവർക്കും അല്ലാഹു രണ്ട് ലോകത്തും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഏറെ മഹത്വമേറിയ ഒരു സമയത്താണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയുടെ മുറ്റത്ത്, അള്ളാഹുവിന്റെ മഹാനരുടെ ചാരത്ത്, മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിപാവനമായ റബീഉൽ അവ്വലിന്റെ നല്ലൊരു നേരത്ത്, അതും ലോകഗുരു മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളും പ്രകീർത്തനങ്ങളും പറയപ്പെടുന്ന നല്ലൊരു സദസ്സ്. ഇതുപോലത്തെ ഒരു പ്രവർത്തനം അള്ളാന്റെ ലോകത്ത് നമുക്കിനി വേറെ ചെയ്യാനില്ല. കാരണം മഹാന്മാർ പറഞ്ഞത് കാണാം, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുബ്ബ് വെക്കുക, അവിടുത്തെ അവാദനങ്ങൾ, പ്രകീർത്തനങ്ങൾ, മദ്ഹുകൾ പറയുക, അത് ശിർക്ക് എന്നല്ല, ഖൈറുൽ അമൽ, അത് ഏറ്റവും വലിയ അമലാണ്. അമലുകളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല അമലാണ്, ഖൈറായ അമലാണ്, പുണ്യമേറിയ അമലാണ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയുന്നത്. അങ്ങനെയുള്ളൊരു മദ്ഹിന്റെ സദസ്സിൽ ഹുബ്ബുർ റസൂൽ എന്ന ഈ കോൺഫറൻസിൽ ഒത്തുകൂടാൻ സാധിച്ച ഞാനും നിങ്ങളും വലിയ ഭാഗ്യവാന്മാരാണ്. അല്ലാഹു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തും ഇത്താഅത്തും ഇത്തിബാഉം നമുക്ക് ഏറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗ്ഗലോകത്ത് അവിടത്തോടൊപ്പമുള്ള മഅയ്യത്ത് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആമീനെല്ലാം നല്ല റാഹത്തിൽ ചൊല്ലിക്കോളി. ആ എതിരിലുള്ള ഒരു ലൈന് കസാര എടുക്കി. സംഘാടകർ ഒന്ന് ശ്രദ്ധിക്കുക. ആരെങ്കിലും ഒരു ബാല്യക്കാരൻ, നമ്മളെ കിന്നക്കാരനാണ്, നമ്മളെ സംഘടനാ പ്രവർത്തകനാണ്. ആ എതിർത്ത ലൈന് മാത്രം, രണ്ട് സൈഡ്. മജ്ലിസ് ഒരു ചന്താണോ? കാരണം ഇത് ഒരു ലോക്കൽ മജ്ലിസ് അല്ല, ഒരു ഡേ നൈറ്റ് മാച്ചിന്റെ മജ്ലിസ് അല്ല, ഇതൊരു സാധാരണ മജ്ലിസ് അല്ല. മുത്തുനബി തങ്ങളുടെ പേരിൽ ഒരുക്കപ്പെട്ട മജ്ലിസാണ്. ആ മജ്ലിസിനെ അതിൻ്റെതായ ബഹുമാനവും മതവും കീപ്പ് ചെയ്യുക എന്നത്, ഫോളോ ചെയ്യുക എന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു മര്യാദയും കൂടിയാണ്. അതവുണ്ടെങ്കിൽ ഏതൊന്നിനോടും ഏതൊരാളോടും അതവുണ്ടെങ്കിൽ പിന്നെ കുറെ അമല് വേണമെന്നില്ല. അൽഹംദുലില്ലാഹ്, അത് ബാക്കിൽ കൊണ്ടുപോയിട്ടടി. ഇനി എതിരിൽ
കസേര ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും എതിരിൽ വന്നിട്ടിരിക്കുകയല്ല. എതിരിൽ വന്നിട്ടിരിക്കണമെങ്കിൽ മഹിളാ കബഡി പന്തിയാട്ടാണോ? ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല. ഇങ്ങനത്തെ കാര്യത്തിലേക്കല്ല എതിരിൽ വന്നിട്ടിരിക്കണമെങ്കിൽ കുറെ ദമ്മതൊക്കെ ഇടേണ്ടി വരും. നമ്മളെ തൊണ്ടന്റെ പസ ആറും എന്നെങ്കിലും വരാല. അത് സാധാരണ ഇവിടെ കേൾക്കുന്നില്ലേ, ഇവിടെ മതിയല്ലേ. അതേ സമയത്ത് ഒരു ഡേ നൈറ്റ് മാച്ച് അല്ലെങ്കിൽ ഒരു മഹിളാ കബഡി പന്തിയാട്ടെ ഒരു ഫെഡ്ലൈറ്റ് മാച്ച് അങ്ങോട്ട് വെച്ചം കൊണ്ടല്ലേ എതിർ പോയിട്ട് സ്റ്റേജിലെ ജാഗവാക്കിയ വേല വിളിക്കണമെന്നേ ഇല്ല. ഇടുത്ത ವಿಷಯ ಅಲ್ಲ, ನಿಂಗ ಬೇಜಾರಾಂಡ ಸಾಧಾರಣ ಕಂಡ ಜಾಗತಿಕ ಮಟ್ಟದಲ್ಲಿ ಅಂತಹ ವಾತಾವರಣ നിങ്ങളെ വിഷയം പറഞ്ഞല്ല. ഇങ്ങനെ ബേജാറായെങ്കിലും എനിക്ക് ബേജാറില്ല, സന്തോഷിച്ചെങ്കിലും എനിക്ക് സന്തോഷവും ഇല്ല. അല്ലാഹു തആല ഞങ്ങളെ അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ ചൊല്ലി. അല്ലാഹു പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മളെ ഈ കാര്യങ്ങളൊക്കെ ചന്തമാക്കിയതുപോലെ ഞങ്ങളെ സംഭാഷണം, സംസ്കാരം, നമ്മളെ ഈ വേഷഭൂഷണം, നമ്മുടെ പുറം എല്ലാം നന്നാക്കിയ റബ്ബ് അതിനേക്കാളേറെ ഞങ്ങളെ കൽബും നന്നാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പുറം നിൽക്കുന്നവർ എല്ലാവരും ഒന്നെങ്കിലും ആ ബാക്കിൽ ഇരിക്കുന്നവർ എണിച്ചിട്ട് കസാല തുറണ്ട, ഒന്ന് ഫ്രണ്ടിലേക്ക് കയറി കുറച്ചു നേരം നിങ്ങൾ മാരിബിനെ ഇവിടെ ഉണ്ടെന്നറിയാം. എനിക്ക് അയാളെ നോക്കണ്ട, അയാളെ കബറിലേക്ക് ഒന്നും ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങളെ കബറിലേക്ക് ഞങ്ങൾ പോകുന്നു. എനിക്ക് സ്വർഗത്തിന്റെ മജ്ലിസിലാണ്, സ്വർഗത്തിന്റെ തോപ്പിലാണ്, മലായിക്കത്ത് നിങ്ങളെ കൂടെയാണ്. നിങ്ങളെ മുന്നിലും പിന്നിലും ബാക്കും ഫ്രണ്ടും എല്ലാം അള്ളാന്റെ മലായിക്കത്ത് നിങ്ങളുണ്ട്. ഈ സമയം നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ നിങ്ങളെ കാലിന്റെ ഇടയിലെ കല്ലുമണ്ണുകൾ പോലും നിങ്ങൾക്ക് പൊറുക്കലിനെ തേടുന്നു എന്ന് മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കാരണം ഇത് അത്ര കണ്ട് ഏറെ ശ്രേഷ്ഠമായ അമലാണ്. ഇത് കേവലം ഒരു പരിപാടിയല്ല, നമ്മൾ ചെല്ലുമ്പോ അങ്ങനെ ചെല്ലുന്നത് മാത്രം. കിന്ന റേഞ്ച് വെച്ച പരിപാടി, ഹുബ്ബു റസൂൽ പരിപാടി, അങ്ങനെ ഇങ്ങനെ എന്നല്ല. സംഗതി അതൊരു പറച്ചൽ മാത്രമാണ്. അള്ളാന്റെ അടുക്കൽ ഇത് വലിയൊരു അമല, വലിയൊരു അമല. ഇൽമുമായി ബന്ധപ്പെടുക. മഹാന്മാരായ ഇമാം നവവി തങ്ങളെ പോലെയുള്ള എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞത് കാണാ, ഇൽമുമായി ബന്ധപ്പെടുക, ഇൽമു പറയുക, പറയിപ്പിക്കുക, സംഘടിപ്പിക്കുക, ഇങ്ങനെയുള്ള മജ്‌ലിസുകളൊക്കെ ഒരുക്കുക, അതിന് സഹകരിക്കുക എന്നത് നാം ചെയ്യുന്ന, നമ്മുടെ സമയങ്ങളിൽ ചെയ്യുന്ന ഏറ്റവും നല്ല സമയത്ത് ചെയ്ത നല്ല കർമ്മമാണ്. നമ്മുടെ സമയങ്ങളിൽ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടമുള്ള സമയം ഇൽമുമായി ബന്ധപ്പെടല, നിസ്കാരവുമായി ബന്ധപ്പെടുമ്പോഴല്ല, ഹജ്ജുമായി ബന്ധപ്പെടുമ്പോഴല്ല. കാരണം ഹജ്ജ് ചെയ്യണമെങ്കിലും നിസ്കരിക്കണമെങ്കിലും നോമ്പ് നോക്കണമെങ്കിലും വട്ടം പോലെ ഒരു പേജ് ഖുർആൻ ഓതിയിട്ട് അല്ലാഹ് കൂലി തരണമെങ്കിലും ആദ്യം അതിനെ പറ്റി അറിവ് വേണ്ടേ, ഇൽമു വേണ്ടേ. ഇൽമില്ലാതെ കണ്ട് ചെയ്യുന്ന ഒരൊറ്റ അമലും കബൂലല്ല. നമ്മുടെ കേവലം ഒരു പോക്കുവരവ് മാത്രമല്ലല്ലോ നിസ്കാരം. അതിൻ്റെതായ രൂപങ്ങളില്ലേ, രൂപങ്ങളുണ്ട്, ഭാവങ്ങളുണ്ട്, കൈഫിയത്തുണ്ട്, സൂറത്തുണ്ട്, വിധിവിധാനങ്ങളുണ്ട്. അത് അതിൻ്റെതായ രൂപത്തിൽ അറിഞ്ഞെങ്കിലേ നിസ്കാരമാകുന്നുള്ളൂ, നോമ്പാകുന്നുള്ളൂ. എങ്ങനെങ്കിലും നിസ്കരിച്ചാൽ നിസ്കാരാവേല ആവോ? അങ്ങനെയാണെങ്കിൽ നമ്മളെ പോലത്തെ നിസ്കാരയുടെ പലരും നോക്കുന്നുണ്ട്, നമ്മളെ പോലത്തെ നോമ്പ് പലരും നോക്കുന്നുണ്ട്. ടി.എ. പ്രതാപൻ കേരളത്തിലെ അറിയപ്പെട്ട MLA MP തോന്നുന്നു. അയാൾ ഏകദേശം 10-30 ആണ്ടായാലോ ഒരു നോമ്പ് പോലും അയാൾ വിട്ടിട്ടില്ലല്ലേ. ഞമ്മ വേണമെങ്കിൽ 6 നോമ്പ് വിട്ടു. പനി വന്നതിന് അങ്ങനെ അതിന് ഇങ്ങനെ അതിന് സമൂസ തന്നിട്ട് വയറ് പടക്കതിന് ഒരു നോമ്പ് വളക്കിറ്റ അവർ നോറ്റതായ ആ കർമ്മങ്ങൾക്ക് ദുനിയാവിലല്ലാവും നല്ല കൂലി കൊടുക്കും. അതിൽ യാതൊരു ശക്കുമില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും നാളെ പരലോകത്തെ മാത്രമല്ല കൂലി, അള്ളാന്റെ സ്വർഗത്തിന്റെ പ്രവേശനം മാത്രമല്ല, അള്ളാന്റെ പൊരുത്തം മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മത്തിനും അതിന് ഭൗതികമായ നിലക്കുള്ള ഗുണവുമുണ്ട്. സൂമു തസിഹോ, നിങ്ങൾ നോമ്പ് നോറ്റാൽ നിങ്ങൾക്ക് ആരോഗ്യവും ഉണ്ടാകുമെന്ന് ഖാല റസൂലുള്ളാഹി. റൈഹാൻ എന്ന സ്വർഗത്തിൽ കടക്കുക മാത്രമല്ല നോമ്പ് നോറ്റാൽ, ആരോഗ്യം കിട്ടും നോമ്പ് നോറ്റെങ്കിൽ. അപ്പൊ ആരോഗ്യ ഒരു ഗുണമാണ്, അത് അവർക്കും ഉണ്ടാവും. പക്ഷെ നാളെ പരലോകത്ത് അവർക്ക് ഇതിനൊക്കെ കൂലി കിട്ടണമെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് ഈമാനാണ്. ചെയ്യുന്ന അമലുകൾ, സൽക്കർമ്മങ്ങൾ ഏതൊന്നും അല്ലാഹുവിന്റെ അടുക്കൽ കബൂലാകണമെങ്കിൽ ആദ്യം വേണ്ടത് ഈമാൻ. ഈമാന് കഴിച്ചിട്ടാ ഇസ്ലാം. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മങ്ങൾക്കും നാളെ പരലോകത്ത് കൂലി കിട്ടണമെങ്കിൽ ആദ്യമായിട്ട് നമുക്കുണ്ടാകേണ്ടത് ഈമാനാണ്. അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നാളെ പരലോകത്ത് നിഷ്ഫലമാണ്. നമ്മളെ ഒത്തുകൂടല്, നമ്മുടെ പ്രവർത്തന, ഈ മജ്‌ലിസ്, ഈ കഷ്ടപ്പാട്, ഈ ത്യാഗ, മുസ്തഫ ഫൈസി അടക്കമുള്ളവർ ഇതിനു വേണ്ടി രാപ്പകലില്ലാതെ മാസങ്ങളോളം ഓടിയത്, ഇതൊക്കെ നാളെ ആഖിറത്തിൽ ഉള്ള ഏറ്റവും വലിയൊരു നന്മയായിട്ട് തന്നെയാണ്, ആഖിറത്തിലേക്കുള്ള വലിയൊരു അമലായിട്ട് തന്നെയാണ്. ഇത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ കൂലിയുള്ള കാര്യമാണ്. ഇൽമുമായി ബന്ധപ്പെട്ടാൽ തന്നെ വലിയ കൂലിയാണ്. അതോടൊപ്പം അത് റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടാലോ
പൊന്നാര നബിയുമായി ബന്ധപ്പെട്ടാലോ, ഹബീബായ നബി തങ്ങളെ മധുഹുമായി ബന്ധപ്പെട്ടാൽ പിന്നെ അതിനെപ്പറ്റി പറയുകയേ വേണ്ട. ഹുബ്ബുൻ നബി വ മദ്ഹുഹു ഖൈറുൽ അമൽ. പൊന്നാര നബിയുടെ മദ്ഹ് ഒരുക്കുക, മദ്ഹ് പറയുക, മദ്ഹ് എഴുതുക, മദ്ഹ് പാടുക. മദ്ഹ് പറയാൻ വേണ്ടി പാടാൻ വേണ്ടി വേദി ഒരുക്കുക എന്നത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയൊരു അമലാണ്, പുണ്യമേറിയ അമലാണ്, പകരം വെക്കാനില്ലാത്ത അമലാണ്. കാരണം ഒരാളെ പറ്റി മദ്ഹ് പറയണമെങ്കിൽ അയാളോട് ഇഷ്ടം വേണമല്ലോ. ഇഷ്ടമില്ലാത്ത ഒരാളെ മദ്ഹ് ചൊല്ലോ. എന്നോട് അരിസപ്പെട്ടിട്ട് എന്നോട് എന്നെ എന്തെല്ലോ നാട്ടിലെല്ലാം എന്തെല്ലാം പാടി നടക്കുന്നത്, എന്നെ കുറ്റം പറയുന്നത്, എൻ്റെ മൊബൈൽ കട്ടിട്ട് പോയിട്ട് എന്നെ എന്തെല്ലാം ആക്കിയ മനുഷ്യനെ ഞാൻ പിന്നെയോ നല്ല ആൾ അല്ല, ആ ചങ്ങായി എന്നെ നല്ല ആളും ചെല്ലണമെങ്കിൽ അത് ഭയങ്കരമായിട്ട് പോകണം അവൻ്റെ ഈമാൻ, അല്ലേ? ഒരാളോട് ഹുബ്ബുണ്ടെങ്കിലേ അയാളെ പറ്റി മദ്ഹ് ഉണ്ടാവും. ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിലാണ് മദ്ഹ് വരല്. എനിക്ക് അയാളെ വലിയ ഇഷ്ടം. എന്തുകൊണ്ട്? അയാളെ പറ്റി കുറേ മദ്ഹുകൾ പറയും. അയാൾ അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഇഷ്ടം. അയാളെ ഗ്ലാമർ, അയാളെ ആറ്റിറ്റ്യൂഡ്, അയാളെ സംസ്കാരം, അയാളെ സ്വഭാവം, അയാളെ വറവ്, അയാളെ തക്കുവ, അയാളെ ഇൽമ്, അയാളെ പാണ്ഡിത്യം, അയാളെ സഹകരണം, പിരിശപ്പാട്. അപ്പൊ ഇതെല്ലാം ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരാളോട് മദ്ഹ് പറയാൻ തോന്നുക. അപ്പൊ റസൂലുള്ളാഹി തങ്ങളോട് ഹുബ്ബുണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് അയാളെന്ന് മദ്ഹ് വരും. ഓട്ടോമാറ്റിക്കായി ഇതിനുള്ള സൗണ്ട് കൂട്ടുക. എനിക്ക് സൗണ്ട് ഇല്ല, അതുകൊണ്ടാണ്. നിന്റെ സൗണ്ട് അജ്മീർ പിന്നെ ഹനീഫിന്റെ സൗണ്ട് നല്ല സൗണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു എല്ലാ നിലക്കുള്ള ഹൈറും ബർക്കത്തും നൽകട്ടെ. കാരണം നമുക്ക് ഈ സൗണ്ട് ഒന്ന് ക്ലിയർ ആയി റാഹത്താന്ന്. വേറെ പൈസ തരുന്നത് കുറഞ്ഞൊന്നും വലിയ ബേജാറാകുന്നില്ല. അല്ലേ, 10,000 തരുന്നവിടെ ഒരു 9,500 ആക്കിയൊന്നും വലിയ ബേജാറാകുന്നില്ല. സൗണ്ട് അപ്പുറം പറയുമ്പോൾ വലിയ ബേജാറ്. എന്താ, നമുക്ക് നാളെ ഈ തന്നെയല്ലേ പണി. അതുകൊണ്ടാണ് അള്ളാഹു താല ഞങ്ങളെ കർമ്മങ്ങളൊക്കെയും ഇഖ്ലാസുള്ള അമലായി കബൂലാക്കട്ടെ. എനിക്ക് ക്ലിപ്പാക്കിയിരണ്ട, ആക്കുന്നെങ്കിൽ ബാക്കിയെല്ലാം ക്ലിപ്പാക്കിയിരണം, പാതി ആക്കിയിരണ്ട. ക്ലിപ്പിൻ്റെ ലോകാണ്, ക്ലിപ്പായിട്ടാണ് മനുഷ്യന്മാരെല്ലാം പുളുപ്പായിനൂടെ. അപ്പൊ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടുക എന്നത് വലിയ കാര്യം. അതുകൊണ്ട് ഒരാളോട് ഹുബ്ബുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി നമ്മൾ അയാളെ മദ്ഹ് പറയും, പറഞ്ഞിരിക്കും, പറയണം. അത് ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, ഒരു ചങ്ങാതിന്റെ പ്രസംഗം കേട്ട് ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇങ്ങനെ ഫേസ്ബുക്കിലൊന്ന് പോയിട്ട് ഒരു വീഡിയോ, അതിൽ ഇത്ര പോന്ന് നീണ്ട താടിയുള്ള ഒരാൾ, ഞമ്മ പാർട്ടി പറയുന്നതല്ല, ഞമ്മ പാർട്ടി പറയുന്നുമില്ല, എന്നാലും ഒരു മനുഷ്യന്റെ ഈമാനിന്റെ ഒരു വശപിശക് കാണുമ്പോൾ നമുക്ക് അയാളെ ഉണർത്തേണ്ടി വരുന്നു, സമുദായത്തെ അവിടെ ജാഗരണം നടത്തേണ്ടി വരുന്നു. അത് നമ്മുടെ ഈമാന്റെ ഭാഗമാണ്. അല്ലാണ്ട് ആരും കുറ്റപ്പെടുത്തുന്നതല്ല, ആരെയും ആക്ഷേപിക്കുന്നതല്ല, ആരെയും അവഗണിക്കുന്നതല്ല. അതിന്റെ ആവശ്യമില്ല. ഒരു ചങ്ങാതിന്റെ പ്രസംഗം, അയാൾ വേദി കയറിയിട്ട് ഭയങ്കരമായ വച്ചത്തിൽ പറയുന്നു, മുത്തുനബി തങ്ങളെ മദ്ഹ് പറയണമെന്ന് ഖുർആനിൽ ഏടും പറഞ്ഞിട്ടില്ല. ഇതിന്റെ അത്രമാത്രമല്ല അയാൾ പറയുന്നത്, അതിന്റെ അപ്പുറം ഭയങ്കര ശക്തിയിൽ പറയുന്നത്, ഇത് ഞാൻ ബോധത്തോടെ തന്നെ ചെന്ന്, ഇത് ഞാൻ ആധികാരികമായിട്ട് ചെന്ന്, ഇത് ഞാൻ പഠിച്ചിട്ട് ചെന്ന് ഇങ്ങനെ മുഷ്ടി ചുറ്റി പറയുന്ന അയാൾ. പിന്നെ മുത്തുനബി തങ്ങളെ സല്ലാണ്ടിട്ടുണ്ടെന്ന് ഖുർആനിൽ ചെല്ലെ. മുത്തുനബി തങ്ങളെ മദ്ഹ് പറയണമെന്ന് എവിടെയും പറഞ്ഞിട്ടാലോ? ആര് പറഞ്ഞു? പൊന്നാര നബി തങ്ങളെ മദ്ഹല്ലാതെ മദ്ഹ് പറയണമെന്നല്ലാതെ, പൊന്നാര നബിയെ മദ്ഹല്ലാതെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടില്ല. നിനക്കൊരാളോട് മഹബത്തുണ്ടെങ്കിൽ, ഹുബ്ബുണ്ടെങ്കിൽ അയാളോടുള്ള മദ്ഹ് പറയാൻ അതിന് പ്രത്യേകമായ ആയത്തും ഹദീസിന്റെയും തെളിവ് വേണ്ട. നിന്റെ വായിൽ എപ്പോഴും അയാളെ പറ്റി മദ്ഹ് വന്നിരിക്കാം. എന്നാൽ നമ്മുടെ ഈമാനാകണമെങ്കിൽ നമുക്ക് അല്ലാഹനെ മാത്രം വിശ്വാസം പോരല്ലോ, അവനോട് മാത്രം ഹുബ്ബ് പോരല്ലോ. മുത്തുനബി തങ്ങളോട് നമുക്ക് ഈമാന് വേണ്ടേ, അവിടത്തോട് ഹുബ്ബ് വേണ്ടേ? മുത്തുനബി തങ്ങളോട് ഹുബ്ബുണ്ടെങ്കിൽ ഈമാനാകുന്നുള്ളൂ. അപ്പൊ ആ ഈമാൻ ഉണ്ടെങ്കിൽ നിന്റെ വായിന് ഓട്ടോമാറ്റിക് അവിടെ നിന്ന് മദ്ഹ് വരാം. മുത്തുനബി തങ്ങളെ മഹബത്ത് വെക്കാതെ, മുത്തുനബി തങ്ങളെ ഹുബ്ബ് വെക്കാതെ, മുത്തുനബി തങ്ങളെ പിരിശം വെക്കാതെ, മുത്തുനബി തങ്ങളെ ഇഷ്ടപ്പെടാതെ പിന്നെ എന്ത് ഈമാനാ നമുക്കുള്ളത്? ജൂതന്മാർ പോലും പറഞ്ഞതെന്താ? തഫ്സീറായ എല്ലാ ഗ്രന്ഥങ്ങളിലും കാണാ, റൂഹുൽ ബയാനിൽ കാണാ, എല്ലാ കിതാബുകളിലും കാണാ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ വന്ന സഹാബികളോട് ജൂതന്മാർ ഇടക്കിടക്ക് പറഞ്ഞിരുന്നു, ഇന്നാ നുഹിബ്ബു റബ്ബുനാ, ഞങ്ങൾക്കും അല്ലാഹനോട് വലിയ ഇഷ്ടമാണ്, ഞങ്ങൾ അല്ലാഹനെ വലിയ പിരിശം വെക്കുന്നു, ഞങ്ങൾക്ക് അല്ലാഹനോട് വലിയ മഹബത്താണ്. മുഹമ്മദിനോടില്ല, അല്ലാഹനോട് ഞങ്ങൾക്ക് വലിയ മഹബത്താണ്, ഇഷ്ടമാണെന്ന് ജൂതന്മാർ പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ ഖുർആൻ ഇറങ്ങുന്നു. പറയണം നബിയെ അവരോട്. ആരോട്? അല്ലാഹനോട്
വലിയ മഹബത്താണ്, പിരിശമാണ് നബിയോടില്ല എന്ന് പറയുന്ന കക്ഷികളോട് പറയണം നബിയെ എന്തെന്നറിയാ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നബിയെ പറയണം അവരോട്, അല്ലാഹുവിനെ മഹബത്ത് വെച്ചാ പോരാ, അവനോടുള്ള ഹുബ്ബ് കൊണ്ട് നബി തങ്ങളെ ഹുബ്ബില്ലെങ്കിൽ അല്ലാഹുവിനോടുള്ള ഹുബ്ബ് കൊണ്ട് ഒരു കാര്യവുമില്ല. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഹുബ്ബ് വെക്കുന്നവരാണെങ്കിൽ, അല്ലാഹുവിനോട് അചഞ്ചലമായ ഇഷ്ടമുള്ളവരാണെങ്കിൽ, അല്ലാഹുവിനോട് പെരുത്തും ഇഷ്ടമുള്ളവരാണെങ്കിൽ, കൽബ നിറഞ്ഞ മഹബത്താണ് നിങ്ങൾക്ക് അല്ലാഹുവിനോടുള്ളതെങ്കിൽ, ഫത്തബിഊനി, എന്റെ കൂടെ കൂടിക്കോളൂ, എന്നെ പിന്തുടർന്നോളൂ, എന്നെ മഹബത്ത് വെച്ചോളൂ, എന്നെ വിടാൻ നിങ്ങൾക്ക് പറ്റല. അല്ലാഹുവിനോട് മഹബത്തുണ്ടെങ്കിൽ എന്നെയും മഹബത്ത് വെക്കണോ? അല്ലാഹുവിനോട് മഹബത്തുണ്ടെങ്കിൽ എന്റെ വഴിയെ പിന്തുടരണോ, എന്നെ ഇത്തിബാഅ് ചെയ്യണോ, അനുധാവനം ചെയ്യണോ? എന്നാൽ മാത്രമേ യുഹിബ്ബുകുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ പിരിശം വെച്ചിട്ട് കാര്യമുള്ളൂ, അല്ലാഹു നിങ്ങളെ ഹുബ്ബ് വെക്കുകയുള്ളൂ. അല്ലാഹു നിങ്ങളെ ഹുബ്ബ് വെക്കണമെങ്കിൽ നിങ്ങളെ സർവത്ര പാപങ്ങളും അല്ലാഹു കണ്ണ് ചിമ്മി മാപ്പാക്കണമെങ്കിൽ മുത്തുനബി തങ്ങളെ മഹബത്ത് വെച്ചോ, പൊന്നാര നബിയെ പിന്തുടർന്നോ, അവിടുത്തെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തിക്കോ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഞങ്ങളോട് പച്ചക്ക് പറയുകയാണ്. അപ്പൊ അല്ലാഹുവിനോടുള്ള വിശ്വാസം മാത്രം പോരാ, ഞങ്ങൾക്ക് അല്ലാഹ് മതി, ഞങ്ങൾക്ക് അല്ലാഹ് മതി. അല്ലാഹ് ആർക്ക് മതിയാവാത്ത? അല്ലാഹ് മതിയാവല്ലേന്ന് അല്ലാഹനെ കേൾക്കുന്ന അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, നിങ്ങൾക്ക് അല്ലാഹ് മതിയല്ലേന്ന് അല്ലാഹനെ കേൾക്കുന്ന മതി, ഹസ്ബി അല്ലാഹ്, അല്ലാഹ് മതി. അതിലിപ്പോ ആർക്കും ഡൗട്ടില്ല. അല്ലാഹ് മതിയും ചൊല്ലിട്ട് റസൂലുള്ളാഹ് വേണ്ടെന്നീല്ലേ കേൾക്കണേ? അതിനർത്ഥമുണ്ടാ? അല്ലാഹു അല്ലാഹു ആണെന്നും അല്ലാഹു ഇന്നവനാണെന്നും അവൻ ജഗന്നാഥനാണ്, ജഗദീശ്വരനാണ്, ഡഗടാഹം മൊത്തവും അടക്കി വാടുന്നവനാണെന്നും അവനെ നമ്മളിലേക്ക് പരിചയപ്പെടുത്തിയത് മുത്ത് റസൂലുള്ളാഹ്. അപ്പൊ ആദ്യമായിട്ട് അല്ലാഹുവിലേക്ക് ചെന്ന് ചേരണമെങ്കിൽ, ആദ്യമായിട്ട് മുസ്ലിമേ നീ നബിയെ പഠിക്കണോ, നബിയെ അറിയണോ, നബിയെ സ്വീകരിക്കണോ. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തു നബി തങ്ങളെ അറിയാതെ അല്ലാഹുവിനെ അറിയാൻ പറ്റില്ല. ആ നബി തങ്ങളോടുള്ള മഹബത്ത്, നബി തങ്ങളോടുള്ള ഇഷ്ടം, നബി തങ്ങളോടുള്ള ഇത്തിബാഅ്, നബി തങ്ങളോടുള്ള അനുധാവനോ, നബി തങ്ങളോടുള്ള ഒരു പിന്തുടർച്ച, നബി തങ്ങളെ പറ്റി മധു പറയുക, നബി തങ്ങളോടുള്ള ആദരവ്, അതൊരു മുഅ്മിനിന്റെ ജീവിതത്തിൽ അവന്റെ ഈമാനിന്റെ ഭാഗമാണ്. ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ മഹബത്തിനും ഇഷ്കിനും ഈ ഹുബ്ബിനും ഇഷ്കിനും നിയമം ബാധകമല്ല. എന്നെ നോക്കി, ഒരാളോട് ഹുബ്ബുണ്ടെങ്കിൽ അവിടെ ഒന്ന് രണ്ട് കസാരെല്ലാം കാലിയുണ്ട്, നിങ്ങൾ സ്വർഗത്തിന്റെ തോപ്പിൽ തന്നെ ഇരുന്നെങ്കിൽ ചന്തം. മലായിക്കത്തീങ്ങൾ ആമീനും കൂടി നമുക്ക് കിട്ടുമല്ലോ. മലായിക്കത്തീങ്ങളയുടെ പീനന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നിസാമി പ്രസംഗിക്കുന്നതുകൊണ്ടൊന്നും മലായിക്കത്തീങ്ങ വന്നതല്ല, നിങ്ങൾ കിന്ന റേഞ്ചിന്റെ ആൾക്കാർ കൂടിയതുകൊണ്ടും മലായിക്കത്തീങ്ങ വന്നതല്ല. അങ്ങനത്തെ ഒരു ഇതൊന്നും നമുക്ക് വേണ്ട. പിന്നെ മലായിക്കത്തീങ്ങൾ വന്നത് എന്തേന്ന് പറഞ്ഞാല് ഇത് അള്ളാന്റെ ദീനാണ്, ദിക്റാണ്, ഇൽമാണ്, ഖൈറുൽ അമലാണ്. അതുകൊണ്ട് മലായിക്കത്തീങ്ങളുടെ ഉണ്ട് ഇൽമിന്റെ മജ്ലിസ. അതിനു വേണ്ടിയിട്ട് മാത്രം തേടിക്കൊണ്ടുവരുന്ന മലായിക്കത്തീങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഇപ്പൊ പിന്നെ തേടിയിട്ട് പോകുന്ന ടൈം ഒന്നും നമുക്കില്ല. അത് പോയി, ആ കാലം സമാൻ ബദൽകയാ, അത് പോയി. ഇപ്പൊ പോന്നെ ടിപ്പറുള്ള ഏറിയിട്ട് പോകും കുറെ ഫാൻസ് അല്ലേ? ഫാൻസ് ആവുക എന്നത് തെറ്റല്ല. ആലിമിനോട് ഹുബ്ബ്, കുന്ന ആലിമന്നൗ മുത്തഅല്ലിമന്നൗ മുഹിബ്ബാന്ന് റസൂൽ ഹദീസ് തന്നെ ഉണ്ട്. നീ ആലിമിന്റെ ഫാൻസ് ആയിക്കോ, പക്ഷെ ഈ ഫാൻസ് ആക്കിയിട്ട് കാലി സെൽഫി എടുത്തിട്ട് സീത പോയെങ്ങനെ? അയാള് വണ്ടുവിളാൻ ചെന്നിട്ട് പോയിട്ട് അവിടെ വേല കേട്ടിട്ട് ടിപ്പറുള്ള അരിയിൽ നിറച്ചിട്ട് കൊണ്ടായിട്ട് സ്വബൈക്ക് വന്നിട്ട് നിസ്കരിക്കാണ്ടിരുന്നെങ്കിൽ അങ്ങനെ. ആ മഹബത്ത് റസൂലുള്ളയോടുള്ള മഹബത്താണെങ്കിൽ അതിന് പിന്നെ ബാക്കിയൊന്നും ചെല്ലാൻ കണ്ട നാളാഖിറത്തിൽ വലിയ പരിഗണനയുണ്ട്. ബാക്കി ഏതൊരാളുള്ള മഹബത്തിനും അള്ളാഹിന്റെ കൂലി കിട്ടണമെങ്കിൽ ആദ്യം ഇസ്ലാമിന്റെ കാര്യം ശരിയാണ്. അപ്പൊ ഫാൻസ് ആവുക എന്നത് തെറ്റല്ല. അപ്പൊ നമ്മള് ഫാൻസ് ആയതുകൊണ്ടൊന്നും മലായിക്കത്തീങ്ങൾ വന്നതല്ല, അവർക്കിത് വലിയ ഇഷ്ടം.
അവർക്ക് വലിയ റാഹത്താണ്. മലായികത്തീങ്ങൾ ഈനെ മാത്രം തേടി വരുന്നവരുണ്ട്. അതുകൊണ്ടാ റസൂലുള്ള പറഞ്ഞത് സ്വർഗത്തിന്റെ തോപ്പാണെന്ന്. ഇങ്ങോട്ടോ, ഇത് സ്വർഗത്തിന്റെ തോപ്പ. അതിനെന്തേ? ഇത് സ്വർഗത്തിന്റെ ഒരു ഭാഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതിനൊന്ന് തിരിയുമ്മ, ഇതിനുള്ള ഒരു ബസ് തിരി അമ്മിങ് വരുമോ, കൂറ്റാവോ? മതി 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 വിട്. ഇത് സ്വർഗത്തിന്റെ തോപ്പല്ലേ? പണ്ടേ ഞമ്മ കേൾക്കുന്നതാണ്. കാതുമുളച്ച കാലം മുതൽ ഞങ്ങൾ കേൾക്കുന്നു, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമിന്റെ മജ്ലിസ് സ്വർഗത്തിന്റെ തോപ്പ്, സ്വർഗത്തിന്റെ ഭാഗമാണ്. ഇടെന്തുള്ള സ്വർഗത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും കാണുന്ന ഊരളിങ്ങളെ മറ്റു കാണുന്ന സൈഡിൽ നോക്കി. അങ്ങ് നോക്കണ്ട, നിങ്ങളെ സൈഡിൽ നോക്കിയെന്ന്. അങ്ങ് നോക്കുന്നതിന് ഊരുളിങ്ങളെ കാണുന്ന ഇല്ലല്ലേ? ഊരുളിങ്ങളായി വേറൊന്നും കൊണ്ട സ്വർഗത്തിന്റെ എന്തെങ്കിലും കൂടെ കാണുന്ന ഈത്തപ്പഴമോ മുന്തിരി, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. അത് കാണുന്ന നിങ്ങക്ക് ഇല്ലല്ല, ഇല്ലല്ല, ഇല്ല. സ്വർഗത്തിന്റെ ചന്തമോ ചേലോ ഇവിടെയുണ്ടോ? ഇല്ല. നല്ല ചന്തമുണ്ട്, പക്ഷെ സ്വർഗത്തിന്റെ ചന്തം നിങ്ങളല്ലേ. ഇവിടെ ഇപ്പൊ നമ്മളെ കുത്തുബിയ മദ്രസന്റെ മുറ്റം, പള്ളിയുടെ മുറ്റം, കിന്നത്തെ പള്ളിന്റെ ഈ പരിസരം ഇന്റർലോക്ക് ഇട്ടിട്ട് ചന്താക്കി എന്നല്ലാതെ സ്വർഗത്തിന്റെ ചന്തൊന്നും ഇങ്ങനൊന്നും അല്ല. ഈ ഇന്റർലോക്ക് എന്തോ അല്ല സ്വർഗം. സ്വർഗത്തിന്റെ ഇന്റർലോക്ക് എന്ത്? മുത്തുകളാണ്, പവിടമാണ്. പുറത്തുള്ള കല്ല് മണ്ണ് മിസ്കും ജൗഹറ, പുറത്തുള്ള കല്ല് മണ്ണ് മിസ്കും ജൗഹറ. പിന്നെന്ത് പറയാനാ ഹബീബേ ഉള്ളറ. സ്വർഗത്തിന്റെ പുറംഭാഗം തന്നെ വൈഡൂര്യങ്ങളെ കൊണ്ട്, മുത്തുകളെ കൊണ്ട്, മാണിക്യങ്ങളെ കൊണ്ട്, മരതകങ്ങളെ കൊണ്ട്, എല്ലാം കൊണ്ടും ചന്തമാക്കിയതാണ്. പിന്നെന്ത് പറയാനാ ഹബീബേ ഉള്ളറ. സ്വർഗത്തിന്റെ ഉള്ളറ, സ്വർഗത്തിന്റെ ഇൻസൈഡ്. അത് എങ്ങനെ പിന്നെ പറയാൻ കഴിയാ? പുറം സൈഡ്, ഔട്ട് സൈഡ് ഇങ്ങനെയാണെങ്കിൽ സ്വർഗത്തിന്റെ ഇൻസൈഡ് പിന്നെ പറയാൻ കഴിയില്ല. സ്വർഗം എന്താണ് എന്ന് ഒരാൾക്ക് വിശേഷിപ്പിക്കാനേ കഴിയില്ല. മാല ഐനുൻ റഅത്, മുത്തുനബി തങ്ങൾ ഹദീസിൽ കാണാലോ. ഒരു കണ്ണുകൊണ്ട് സ്വർഗം കണ്ടിട്ടില്ല, ഒരു കാതിലെ സ്വർഗത്തെ പറ്റി കേട്ടിട്ടില്ല, ഒരു കൽബില സ്വർഗം എന്താണെന്ന് ഊഹിക്കാൻ പോലും സാധ്യമല്ല. അത്ര കണ്ട വർണ്ണനീയമാണ്, അപ്പുറമാണ് സുഖലോക സ്വർഗം. ആ സ്വർഗത്തിലേക്ക് അല്ലാഹു ഞങ്ങളെ ഹിസാബില്ലാതെ കടത്തി തരട്ടെ. ആ സ്വർഗത്തിന്റെ ഒരു ഭാഗമാണിത്. ഇവിടെ ആ സ്വർഗത്തിന്റെ എന്തെങ്കിലും നിങ്ങൾ കാണുന്ന നിങ്ങളല്ലേ? നിങ്ങൾ ഔട്ട് ഓഫ് റേഞ്ചിൽ എന്തോ അല്ലല്ലേ? നിങ്ങൾ ഒരു -ഡിഗ്രിയിൽ തലാട്ടണം. നന്നും തലാട്ടിട്ട് എല്ലാം തീർക്കണ്ട. ഒരു -ഡിഗ്രിയിൽ നിങ്ങൾ എൻ്റെ അകത്ത് പോകണം. അത് എനിക്കൊരു പോസിറ്റീവ് എനർജിയാണ്, എനിക്കൊരു റാഹത്താണ്. നിങ്ങൾ ഏതോ ലോകത്ത്, ഞാൻ പിന്നെ ഒരു മായാലോകത്തായെങ്കിൽ ഇതിങ്ങനെ പോകുന്നല്ലാതെ ബണ്ണി എൻ്റെ കൂറ്റുപോയി എന്നല്ലാതെ ഒരു കാര്യമില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇത് ഗുരുകിറന്റെ പാട്ടല്ല, കേട്ടിട്ട് പോകാൻ ഇത് പാട്ടല്ല. പാട്ടാണെങ്കിലും ഓക്കെ, 2 കാതല്ല തന്നിന്, ഒന്നിൽ കേട്ടിട്ട് ഒന്നിൽ പുറത്തേക്ക് വിട്. ഇത് പാട്ടല്ല, ഇത് ദീനാണ്, ഇത് ദിക്റാണ്, ഇത് ഏറ്റവും വല്ലാമലാണ്. ഇത് കാതിൽ കേൾക്കണോ, കൽബിലേക്ക് ഇറക്കണോ, ജീവിതത്തിൽ പാലിക്കണം. അള്ളാഹു നല്ല മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇതിങ്ങനെ വായും പൊളന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കേട്ടെങ്കിൽ മതിയാവേല. നിങ്ങൾ എൻ്റെ കൂടെ ചെറിയൊരു റീപ്പിളെ തരി, ദമ്മു പിടിച്ചൊന്നും നിൽക്കണ്ട. മൂന്നാമത്തെ ദുനിയാവിൽ എന്തിനീ ദമ്മു പിടിക്കുന്നത്? എന്തിൻ്റെ ആവശ്യം? ഒന്ന് റിലാക്സ് ആയി. അലി റളിയല്ലാഹു പറഞ്ഞ പോലെ റവ്യഹു ഖുലൂബക്കും, ഒന്ന് ഫ്രീ മൈൻഡിലല്ലേ ഇരുന്നിട്ട് ഞാനൊന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആൻസർ ചെല്ലന്നെ വേണം. നിങ്ങൾ ചെല്ലന്നെ വേണം. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം. നിങ്ങൾ ഈ സിമ്മ് കെട്ടായ പോലെ, റേഞ്ച് കെട്ടായ സിമ്മ് പോലെ എന്തോ ആയിരുണ്ട. ഓക്കെ, ബേജാറാക്കണ്ട. ബേജാറായെങ്കിലും ഞങ്ങൾക്ക് വലിയ വിഷയമില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീനെല്ലാം നല്ല ജിഗറിൽ ചെല്ലി. ആകെ ഒരു പ്രതീക്ഷ, അത് മാത്രം. കുറെ നിസ്കരിച്ചിന് ചെല്ലുമ്പോ ആരും കൊമ്പ് വെക്കണ്ട. കാരണം അത് എങ്ങനെയാണെന്ന് അള്ളാഹ്ക്കറിയാം. കുറെ നോമ്പ് നോക്കിന് ശരി തന്നെയാണ്, ഞാനും നോക്കിന് കുറച്ച് നോമ്പ് നിങ്ങളെ പോലെ തന്നെ. അത് എന്താവും ഏതാവും അള്ളാഹു അല. കുറെ ഖുർആനും ദിക്റും എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അത് കബൂലായോ ഇല്ലേ നമുക്കറിയില്ല. അതിനൊക്കെയും പറ്റുന്ന എളുപ്പ വഴി, ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന വഴി ദുആ, ദുആ, ദുആ. ദുആ എന്നത് ഏറ്റവും വലിയ പ്രതീക്ഷയാണ്, ഏറ്റവും വലിയ ഭറവസയാണ്. ദുആ എന്നത് ഏറ്റവും വലിയ ഇബാദത്താണ്, ഇബാദത്തിന്റെ കാമ്പാണ്. അപ്പൊ നിങ്ങൾ ആമീൻ പറയാൻ മറക്കണ്ട. നന്നായിട്ട് ചൊല്ലിക്കോ ആമീൻ. ആമീനും ചൊല്ലോണം ചെല്ലാം. ഞമ്മ ആമീൻ ചെന്നാൽ ബാക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഈ നമ്മളിൽ പെട്ടെന്ന് കുറച്ച് ആൾക്കാർ ആമീൻ ചെല്ലുന്നത് ഷിർക്ക് എന്ന് പോ. രണ്ടും നമ്മൾ തന്നെ. അതല്ലേ വലിയ ബേജാർ. നിങ്ങൾക്ക് തിരിഞ്ഞിട്ട ആമീൻ ചെല്ലണോ, ആമീൻ വേണോ, നിസ്കാരത്തിന് ശേഷം വേണോ, അപ്പൊ വേണോ, ഇപ്പൊ വേണോ ചെല്ലണം. ഞമ്മ ആമീൻ ചെല്ലാന് ബാക്ക്, ഭയങ്കര ബാക്ക്. അതിൻ്റെ ഇടയിൽ നമ്മള് ഇലെന്നെ പെട്ടത്, വേറെ പുറത്തിൻ്റെ ഒന്നും അല്ല, നമ്മള് തന്നെ. ആമീൻ ചെല്ലല് ഷിർക്ക്. മക്കാമിൻ്റെ അവിടെ ദ്വാരക്കുമ്പോൾ ആമീനില്ല, നിസ്കാരത്തിന് ശേഷം ദ്വാരക്കും ആമീനില്ല, എല്ലാം വേണ്ടാന്ന് തന്നെ. ഷിർക്ക് ഷിർക്ക് അത് വിടാ. ഞാൻ അതിനിപ്പോൾ ചർച്ചയാക്കാൻ നിൽക്കണ്ട. എന്ത് വേണം ചെല്ലിട്ട്
1946 അവർക്കും കിട്ടിയ സ്വാതന്ത്ര്യം. എന്തും ചെല്ല, ആരുടെ അടതട വരുന്നില്ല. ഞമ്മ ഈ ബാക്കായെങ്കിൽ എങ്ങനെ? ആമീൻ എന്ന് ചെല്ലുമ്പോൾ ബാക്കാവാനും പാടില്ല, ആമീൻ ചെല്ലുന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആവാനും പാടില്ല. ഏത് പറയാൻ കാരണം, ഞാൻ ഒരിക്കലും ഇവിടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലല്ലാലീൻ ചൊല്ലി വെച്ചു ഇമാമ, ബാക്കുന്ന ഒരാൾ വെച്ചും ചൊല്ലി ഉള്ള ഈമാനെല്ലാം കൂട്ടിയിട്ട് ആമീൻ ബായി കൂട്ടിയിട്ട് തന്നെയല്ല അയാൾ അവസാനം എമ്മാക്കിയ അയാൾ. അല്ല കാത്ത് സെഡാ കാത്തത്. സത്യത്തിൽ അവസാനം എന്ന മീമാനൂനെന്ന് കേട്ടെങ്കിൽ എല്ലാവർക്കും അറിയില്ല. കാരണം മദ്രസ പോയി എന്നെ 3ാം ക്ലാസ് റബീഉൽ ഒരു ക്ലാസ് മേടിയിട്ട് ഓൻ പോയിനോ. 3ാം ക്ലാസ് പോയാൽ പിന്നെ മീമാനൂനെന്ന് കേട്ടെങ്കിലോ. നിങ്ങളെ വിഷയമല്ല, ഇവിടെയുള്ള ആലിമീങ്ങളാണ്, ഉസ്താദുമാരാണ്, നല്ല നാട്ടുകാരാണ്, നിങ്ങളെ പറ്റി പറയുന്നതല്ല. അപ്പൊ മീമാനൂനെന്ന് കേട്ടിട്ട് പണി കുറെ നീട്ടണ്ടല്ലേ. എമ്മാൻ എന്നാന്ന് കേട്ടെങ്കിൽ ഞാൻ തിരിയും. മദ്രസനെ കാട്ടിയും വലിയ പ്രാമുഖ്യത്തായി ഇപ്പൊ സ്കൂളിലേക്കല്ലേ. സ്കൂൾ വേണ്ടെന്നൊന്നും ആരും ചെന്നില്ല. നമ്മൾ ഈ സ്കൂളിൽ പഠിച്ചവരാണ്, ഇപ്പോഴും പഠിപ്പിക്കുന്ന ആൾ തന്നെയാണ്. നമുക്ക് ദീനോട് വലിയ കാര്യം. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞെന്തെന്ന് എന്നാന്ന് മീമാനൂനാന്ന് കേൾക്കേണ്ടിയത്. പിന്നെ കുറെ ഞാൻ കേട്ടോണ്ടിരിക്കേണ്ടി വരും. ആദ്യം മീമെന്തും തിരിയുണ്ട്, ആരും അടുത്തല്ലേ കേട്ടല്ലേ ഇങ്ങനെ ഇട്ടെങ്കെന്ത് ഉസ്താദ് കേട്ട ഇത് എന്ത് നിങ്ങളെ ഇങ്ങനെ ഫസ്റ്റ് ഇട്ടെങ്ക പൊഞ്ചൊന്നുമില്ല ബഡ്ഡീന്ന്. ഉസ്താദ് ഇട്ട അലിഫിനെ കേട്ടിട്ട് കേൾക്കുന്നത് ഇതെന്ത് പൊഞ്ചൊന്നുമില്ല ബഡ്ഡീന്ന്. ബഡിയാ അല്ല ഒന്നും എന്നോ ഓന്റെ ബായിൽ തപ്പിറ്റും കൂടി അലിഫൊന്നും വരുന്നില്ല. പിന്നെ ഓന്റെ മീമാന്ന് കേട്ടെങ്കണ്ടാവും. അപ്പൊ അത് വിടി. അവസാനം ആമീൻ ചെല്ലുമ്പോ അവസാനം എമ്മാമീമാ ടെൽമീ ചെല്ലിയൻ്റെ എന്ത് നിങ്ങനെ ദമ്മുടിച്ചിനെ എന്ന് ഞാൻ ചെല്ലാൻ കാരണം പറഞ്ഞാൽ ചില ആൾക്കാർ അവിടെ നല്ല മിസ്റ്റേക്ക് ആക്കുന്നു. ആമീം ആമീം തെറ്റാണ്, അർത്ഥം തന്നെ തെറ്റി. സത്യത്തിൽ ആമീൻ എന്നത് ദിക്റാണ്. ആമീൻ എന്ന് പറയുമ്പോ നാവ് കൂടരുത്, ചുണ്ടു കൂടരുത്. അവസാനം നൂന് എന്ന് ആമീൻ അത് ദിക്റാണ്, ദുആയാണ്. ഖുർആൻ പറഞ്ഞല്ല, മൂസാ നബിയും ഹാറൂൻ നബിയും രണ്ടാളും ദുആരുന്നു. അവരെ രണ്ടാളുടെ ദുആക്കും ഞങ്ങൾ ഉത്തരം ചെയ്തു. ഖുർആനാണ്. സത്യം പറഞ്ഞാൽ രണ്ടാളും ദുആർന്നിട്ടില്ല. മൂസാ നബിയും ഹാറൂൻ നബിയും രണ്ടാളും ദുആർന്നപ്പോ ഞങ്ങൾ അവരുടെ ദുആക്കല്ല ഉത്തരം ചെയ്തു എന്നാ പറഞ്ഞ. സത്യത്തിൽ രണ്ടാളും ദുആർന്നിട്ടില്ല. മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. മൂസാ നബി മാത്രമാണ് ദുആർന്നത്. ഹാറൂൻ നബി ആമീൻ പറഞ്ഞു. ഹാറൂൻ നബി പറഞ്ഞ ആമീനെയും കൂട്ടിയിട്ടാണല്ലോ പറഞ്ഞ് രണ്ടാളും ദുആരുന്നു. അപ്പൊ ആമീന് ദുആയാണ്, ആമീന് ദിക്റാണ്. ജൂതന്മാർക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ് രണ്ട്. ഒന്ന് ആമീൻ പറയല്, പിന്നൊന്ന് സലാം പറയല്. നിങ്ങൾ ജൂതന്മാരെ പോലെ ആകരുത്, ജൂത സംസ്കാരമുള്ളവരാകരുത്, ജൂതന്റെ ഏജന്റ് ആകരുത്. ഈ രണ്ട് കാര്യം അവർക്ക് വലിയ വെറുക്കപ്പെട്ടതാണ്. ഒന്ന് ആമീന് പറയല്, പിന്നൊന്ന് സലാം പറയല്. നിങ്ങൾ ഇത് രണ്ടും അധികരിപ്പിക്കണം. ഏത് രണ്ട്? ആമീൻ പറയലും സലാം പറയലും. ഇത് രണ്ടും നമുക്ക് ഇന്നില്ല. അപ്പോ ഞമ്മ സത്യത്തില് ജൂതന്മാരൊക്കെ കുറച്ചെങ്കിലും ഈ വിഷയത്തിൽ സപ്പോർട്ടാക്കുന്നെങ്കിൽ ഇതന്നെ നോക്കാം. സലാം ചെല്ലുന്ന എത്ര ആളുണ്ട്? ഇനി ചെല്ലുന്ന തന്നെ ഉസ്താദുമാർക്കും തങ്ങന്മാർക്കും മാത്രം കുറെ ആള്. ഉസ്താദുമാർക്കും തങ്ങന്മാർക്കും സലാം ചെല്ലല്ല, സലാം എറിയുന്ന 1 കിലോമീറ്റർ അപ്പുറത്തേക്ക്. എറിഞ്ഞല്ലേ ഒരെറിയാണ്. ഇതൂടെ കിടാവും, ഇതോടെ വെഞ്ഞായി ഉമ്മ ബാപ്പ പുരക്കാർ വേണ്ട സലാം. അവർക്ക് വേണ്ടേ സലാം? അള്ളാന്റെ സലാമത്ത് അവർക്ക് വേണ്ടേ? അള്ളാന്റെ കാരുണ്യം അവർക്ക് വേണ്ടേ? ഇല്ല. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ജൂതന്മാർക്ക് വളരെ ഇഷ്ടമല്ലാത്ത കാര്യമാ സലാം പറയല്. നിങ്ങത് മറക്കണ്ട. അഫ്ഷുസ്സലാം വഅത്ഇമുത് തആം വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ആദ്യം കാലുകുത്തിയപ്പോ മദീനക്കാരെ കണ്ടപ്പോ തലാൽ ബദറു അലൈന പാടിയിട്ട് മദീനക്കാർ മുത്തുനബി തങ്ങളെ സ്വീകരിച്ചപ്പോ ആ നാട്ടുകാരോട് ആദ്യമായി നബി തങ്ങൾ ഉപദേശിച്ചത് എന്തറിയാ? നിസ്കരിക്കണേ എന്നല്ല, ഖുർആൻ ഓതണേ എന്നല്ല. മദീനക്കാരാദ്യമായിട്ട് കണ്ട നേരം പൊന്നാര നബി ഉപദേശിച്ച ആദ്യത്തെ ഉപദേശം അഫ്സുസ്സലാം, സലാം പറയണേ എന്നല്ല, അഫ്ഷുസ്സലാം, സലാം നിങ്ങൾ വ്യാപകമാക്കണേ, പ്രചരിപ്പിക്കണേ എന്ന്. ബഖീൽ തരം കാട്ടണ്ട.
ഞാനല്ലൊന്നും പാട് സലാം ചെല്ലിയേ എന്ന് ചെല്ലിട്ട് മുണ്ടാണ്ടി കണ്ട ഞാൻ ഒരിക്കൽ ചെല്ലേന്ന് അത് പ്രചരിപ്പിക്കൊണ്ടേയിരിക്കുക. അതിന് ആളും തരം ഒന്നും നോക്കണ്ട. പിന്നെ ചില ആൾക്കാർക്ക് സലാം പറയണ്ട. അത് സലാം പറഞ്ഞാൽ അവരെ അരിസത്തിലല്ല, അവരിൽ പിരിസുള്ളനെ കൊണ്ട് തന്നെ. കക്കൂസിലുള്ളവൻ്റെ സലാം ചെല്ലണ്ട. നിന്റെ കക്കൂസിൽ കൊണ്ട് തെറ്റാ. ഒരു മനുഷ്യന് തൂറണ്ടേ? ഓന്റെ സലാം ചെല്ലണ്ടെന്നാണ് ദീന്റെ കൽപ്പന. അതിന്റെ അർത്ഥം ഓനോട് അരിസം വെക്കണമെന്ന്. അരിസത്തിലെ സലാം ചെല്ലണ്ടത് അല്ല. ശാരീരികമായിട്ട് അവൻ മലിനമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പുത്തൻവാദികൾക്ക് സലാമില്ല. എന്തുകൊണ്ട്? അവരുടെ അരിസം ഉണ്ടായിട്ടല്ല. അവർ കൽബിയായ നിലക്ക്, ഈമാനികമായ നിലക്കുള്ള മാലിന്യത്തിലാണ്. അവരെ ഈമാനിന് നല്ലൊരു തകരാറുണ്ട്. അവർ മലിനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ആത്മീയമായി കക്കൂസിലുള്ളവൻ ശാരീരികവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, മലിനവുമായി. അവ രണ്ടാൾക്കും സലാമില്ല. പുറത്തേക്ക് വന്നെങ്കിൽ രണ്ടാൾക്കും സലാമുണ്ടോ? അവൻ കക്കൂസിനെ ക്ലിയർ ആയിട്ട് പുറത്തേക്ക് വരണോ, ഈമാന് ക്ലിയർ ആക്കിയിട്ടും പുറത്തേക്ക് വരണോ? നല്ല സലാം കൊടുക്കല്ല. ഇനിയിപ്പോ എന്താ ബേജാറ്? ജിന്ദഗിയിൽ മെരിക്കോടത്തോളം മൂക്കിലൊക്കെ ഭരത്തോടത്തോളം ഓർക്ക് സലാമില്ല എന്ന് ആരും ചൊല്ലിട്ട്. അത് അരിസത്തിൽ ചെല്ലിയതുമല്ല, പിരിസ്ഥ നല്ലോണം ഉണ്ടായിട്ട് തന്നെ ഏതു പാട്ട്. അപ്പൊ ഈ സലാം ചെല്ലാനൊന്നും ബഹിൽ തരം കാട്ടണ്ട, നല്ലോണം പ്രചരിപ്പിക്കണോ. ആമീൻ ചെല്ലാനും ഞാൻ ഇത്ര കണ്ട് യുദ്ധത്തിൽ വന്നെന്തറിഞ്ഞ ആമീന്റെ വിഷയം ചെല്ലാനാണ്. നിങ്ങൾ ആമീനാണ് ഞങ്ങളെ വെണ്ണുളു, ഞങ്ങളെ പ്രതീക്ഷ, ഞങ്ങളെ ബറവസ, ഞങ്ങളെ ഏറ്റവും വലിയൊരു കാവല്. ആമീൻ എന്നത് ദുആയാണ്. ആമീൻ എന്നത് ദിക്റാണ്. ഒരാൾക്ക് ആമീൻ പറയാനുള്ള യോഗമുണ്ടെങ്കിൽ വജബൽ ഇജാബ. ഖാല റസൂലുള്ളാഹ്, ഖാല റസൂലുള്ളാഹ്. ആമീൻ പറയാൻ ഒരാൾക്ക് ബായിലെപ്പോഴും ദുആയുണ്ടെങ്കിൽ, ആമീൻ ഉണ്ടെങ്കിൽ, ദുആരക്കുന്ന സ്റ്റൈലുണ്ടെങ്കിൽ, ഒരാളെ ബായിൽ എപ്പോ നോക്കിയെങ്കിലും ആമീൻ ആമീൻ അല്ലെങ്കിൽ ദുആ ഉണ്ടെങ്കിൽ അയാൾ അല്ലാഹുവിന്റെ അടുക്ക വലിയ ഇജാബത്തുള്ള മനുഷ്യനാണ്. പണ്ടെല്ലാം അങ്ങനെ ഉണ്ടായി, ഇപ്പല്ല. ഒരു 5-8 കൊല്ലം വേണ്ട, കുറച്ച് കൂട്ട്, ഒരു 10, 12, 15 കൊല്ലം മിന്നല്ലോ ആരെ കണ്ടെങ്കിലും അസ്സലാമു അലൈക്കും വയസ്സന്മാർ ഉമ്മ ബലമ്മ ഓരെല്ലാം കണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും അലിസ്ലാം ആയുമ്മ ആയി അല്ല കാത്തോട്ടുമ്മ നിന്നെ അല്ല സലാമത്താക്കട്ടുമ്മ അല്ല ചന്തത്തിലാക്കട്ടുമ്മ ആയുമ്മ അല്ല നിന്നെ കൈവിടലുമ്മ അല്ല നിന്നെ കാത്തോട്ടുമ്മ ഇല്ലേ? പണ്ടത്തോറെല്ലാം അങ്ങനെ എപ്പോൾ ബായിൽ ഇങ്ങനെ അല്ല കാത്തോട്ട് അല്ല. ഇപ്പത്തോ എൻ്റെ മോനെ, ഇൻ്റെ മോനെ, നീ എപ്പം വന്നു മോനെ, ബാക്കി നിങ്ങൾ ഫില്ലിങ് ദ ബ്ലാങ്ക്സ്. അത് കണക്ക് പറ്റല്ല. ഇപ്പത്തോന്റെ വായിൽ അതില്ലല്ലേ? അപ്പൊ ദുആരക്കാനുള്ള വലിയൊരു തൗഫീഖ്, ആ ഒരു യോഗ, അത് വലിയ യോഗമാണ്. അത് ചെറിയ യോഗമൊന്നുമല്ല. ദുആരക്കാനുള്ള യോഗം, ആ ഒരു ഭാഗ്യം, ആ ഒരു തൗഫീഖ്, ആമീൻ പറയാനുള്ള വലിയൊരു തൗഫീഖ്, അത് വലിയ കാര്യമാണ്. അത് ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ മുസ്തജാബുദ്ദഅവയാണ്. അയാൾ ഇജാബത്തിന്റെ അഹ്ലുകാരനാണ്. അയാളെ ദുആക്ക് ഉത്തരമുണ്ട്. ഖാല റസൂലുള്ളാഹ്. എന്റെ വയല് കേൾക്കുന്ന കിന്നക്കാരാ, പരിസരക്കാരാ, ഈ നാട്ടിൽ വയല് കേൾക്കുന്ന മുസ്ലിമേ, പൊന്നുപങ്ങള്, പൊന്നുമ്മ, ദുആരക്കാന് മടി വേണ്ട, ആമീൻ പറയാന് പച്ചള കാട്ടണ്ട. നല്ല ജിഗ്റിൽ ആമീൻ പറഞ്ഞു, അല്ലാഹ് കബൂലാക്കട്ടെ. പ്രത്യേകിച്ചത് മുത്തുനബി തങ്ങളെ മജ്ലിസാണല്ല. പൊന്നാര നബിയുടെ മധുഹുമായി, പൊന്നാര നബിയുടെ ഹുബ്ബിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മജ്ലിസ്, ഞങ്ങളെ കിന്നരേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ഒരുക്കപ്പെട്ട വിശിഷ്ടമായ മജ്ലിസ്. എല്ലാം കൊണ്ടും ദുആക്ക് ഇവിടെ ഇജാബത്ത് ഉറപ്പാണ്. മുത്തുനബി തങ്ങളെ പറയപ്പെടുമ്പോ, മുത്തുനബി തങ്ങളെ വാഴ്ത്തപ്പെടുമ്പോ, മുത്തുനബി തങ്ങളെ മദ്ഹ് പറയുമ്പോ അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്, രോഗങ്ങൾക്ക് ശമനമുണ്ട്. അവിടെ തുറക്കാത്ത വാതിലുകളും തുറക്കപ്പെടുന്നുണ്ട്. മുത്തുനബി തങ്ങളെ മദ്ഹ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇമാം ബുസൂരി തങ്ങൾ സ്ട്രോക്ക് ബാധിച്ച്, വാദം ബാധിച്ച് കിടപ്പിലായപ്പോ, തകർന്ന് തളർന്ന് കിടപ്പിലായ നേരം മഹാൻ ചെയ്ത മരുന്നെന്തറിയാ? എണ്ണിട്ട് പൂഞ്ഞതല്ല, ധാര പിടിച്ചതല്ല. രോഗിയായി കിടക്കുന്ന മഹാനർ, കയ്യും കാലും പൊന്താടെ തളർന്ന് കിടക്കുന്ന മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ കരുതിയതെന്തറിയാ? എന്റെ ഈ ക്ഷീണം മാറാൻ, എന്റെ രോഗം മാറാൻ, എന്റെ തളർവാദം മാറാൻ ഞാൻ നബി തങ്ങളെ പറ്റി മദ്ഹ് പാടാം എന്ന് പറഞ്ഞിട്ട് മഹാനെ പാടുകയാണ്. ആമിൻ തദകൂരിജി റാനിം ബിരിസലമി മറജ്തദം അൻജറ മിൻ മുഖലാതിൻ ബിദമി എന്നുള്ള പരിശുദ്ധമായ ബൈത്ത് അതങ്ങനെ പാടിയിട്ട് തീരുന്നതിന്റെ ഇടയിൽ പാതി വഴിയായ നേരത്ത് മുത്തുനബി തങ്ങളെ കാണുന്നു, പൊന്നാര നബി തങ്ങളെ തടവുന്നു, രോഗം മാറുന്നു.
മുമ്പത്തിനേക്കാളേറെ ഉഷാറാവുന്നു. പൊന്നാര നബിയുടെ മദ്ഹ് പറയല, മൗലിദോദല, അത് രോഗങ്ങൾക്ക് മരുന്നാണ്, പരലോകത്ത് പുണ്യം മാത്രമല്ല. ഇമാം ബൂസൂരി തങ്ങളെ രോഗം മാറിയതാ മദ്ഹ് പാടിയിട്ടാണ്. ആ പാടിയ മദ്ഹിന്റെ പേരാണ് എന്ത്? ബുർദ. ബുർദ എന്ന് ഞമ്മ ചെല്ലണ, സത്യത്തില് ബുർദ എന്നല്ല, ഞമ്മ പിന്നെ എല്ലാം അങ്ങനല്ല ചെല്ലണ. ആയത്ര ഷോർട്ടാക്കിയിട്ട് സ്പെല്ലിങ് തെറ്റിച്ചിട്ട് അലിഫിനെ മീമാക്കിയിട്ട് അൽക്കുൽത്താക്കിയിട്ട് ഞങ്ങളെ നാട്ടിലെ പേര് ഖൈറുള്ള എന്നാണ്. ഞമ്മ ഇതിനെ കേരള എന്നാക്കി. ഫ്രാൻസിന്റെ ഫുട്ബോൾ വേൾഡ് കപ്പ് ഫ്രാൻസ് നേടി. ഞാൻ ഫുള്ളിന് ചരിത്രം കേൾക്കണ്ട ഏത് ഇസവിലെന്നു. അതുപോലെ ഈ കാര്യത്തിൽ പെട്ടതൊന്നുമല്ല. നിങ്ങൾക്കൊരു വിഷയം ചെല്ലണം. ഞങ്ങളുടെ സ്പെല്ലിങ് തെറ്റിച്ചിട്ടേ ചെന്നതിന് ഒരു സിമ്പിൾ, ഒരു മസൽ, ഒരു മിസാൽ, ഒരു ഉദാഹരണം ചെന്നയാണ്. ഫ്രാൻസിന്റെ വേൾഡ് കപ്പ് നേടിയ നേരത്ത് അന്ന് ഗോൾ അടിച്ചിട്ട് ഹീറോ ആയ ഒരാളുണ്ട്. ഓന്റെ പേര് ഞമ്മ എല്ലാവരും ചെല്ലുന്നത് ജിനദിൻ ജിദാൻ എന്നാണ്. സത്യത്തിൽ അവന്റെ പേര്, നല്ല പേര് സൈനുദ്ദീൻ സിദാൻ. നിങ്ങൾ റളിയല്ലാഹു ചെല്ലണ്ട, ഞങ്ങൾ എല്ലാം സ്പെല്ലിംഗ് തെറ്റിക്കുന്ന തന്നെയാണ്. അതേപോലെ ബുർദ, ബുർദ എന്നല്ല അതിന്റെ പേര്, ടോണിക്, ഹിറ്റായ മരുന്ന്, അതാണ് അതിന്റെ പേര്. ഞമ്മതിനെ ബുർദ ബുർദ നാക്കി. തെറ്റും ചെല്ലണ്ട, നല്ല ഓരോ വായിലല്ല അത് വന്നിനി, അതുകൊണ്ട് തെറ്റാനും ചെല്ലണ്ട. എന്നാലും ശരിയാക്കലാണ് ചന്തം. പഴമക്കാരായ മനുഷ്യന്മാർ, നല്ല മനുഷ്യന്മാരെ വായിലല്ല അത് വന്നിനി. അപ്പൊ പിന്നെ അത് തെറ്റാണെന്ന് പറയുമ്പോൾ അത് വലിയ അതവ് കേടാ, ഓരോന്നും തീയാത്ത പോലെയായി. അത് ശരിയല്ലല്ലോ. നമ്മളെക്കാളും ഈമാനും ഇസ്ലാമും ഇൽമു കൊണ്ടും വറവ് കൊണ്ടും എല്ലാമും കിടന്നവരാണ് ആ മനുഷ്യന്മാർ. നാടനായാലും അലിമായാലും കഴിഞ്ഞ കാലത്ത് ജീവിച്ചവർ ഈ ലോകം കണ്ട ഏറ്റവും നല്ലവരാണ്. അപ്പൊ അവർക്കൊന്ന് തിരിഞ്ഞിട്ട് അവർ അങ്ങനെ ആക്കിയതെല്ലാം തെറ്റെന്നെല്ലാം ചെലുത്ത് അത് വലിയ റോങ്കാണ്. എന്നാലും അതിനെ ശരിയാക്കിയിട്ട് ചെല്ലലാണ് ഏറ്റവും ചന്തം. അപ്പൊ നമുക്കെന്ത് ബുർദ? സത്യം പറഞ്ഞ ബുർദ എന്ന് പറഞ്ഞാൽ വലിയ കറാമത്തിന്റെ കാവ്യമാണ്. മുത്തുനബി തങ്ങളുടെ മധു ഗീതമാണ്. വലിയ കറാമത്താണ് അതിന്. അതിന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്താ അറിയാ? കാലങ്ങൾ എത്രയോ കഴിഞ്ഞു, പലരുടെയും വായിലും പല ബൈത്തുകളുമില്ല. ജൽജലൂത്ത് ബൈത്തുണ്ട്, അക്സാം ബൈത്തുണ്ട്, ഖസീദത്തുൽ വിത്രിയുണ്ട്, ഖസീദത്തുൽ ഹംസിയുണ്ട്, ഖസീദത്തുൽ ബദരിയുണ്ട്. ഇതെല്ലാം ലോകത്ത് പണ്ടേ ഉണ്ട്. പക്ഷെ എല്ലാരെ വായിലും തട്ടി കളിക്കുന്ന, എപ്പോഴും നാവിൽ തുള്ളി കളിക്കുന്ന ഒരേ ഒരു മദ്ഹ് ബൈത്ത്, പൊന്നാര നബിയുടെ മദ്ഹ് പാട്ട് ബുർദയാണ്. ബുർദയാണ്. ബുർദാക്ക് വലിയ കറാമത്തുണ്ട്. കാരണം എന്താ പറയാ? മഹാന്മാർ കിതാബിൽ എഴുതിയത് കാണാ. ബുർദയിലുള്ള ഒരു വരി, ഒരു വരിയുടെ അരവരി, ഒരു വരിയല്ല. പൊട്ടുന്തെല്ലാം പൊട്ടിട്ട് നിങ്ങൾ എന്നെ നോക്കി. ആ, സ്വർഗത്തിന്റെ മജ്ലിസിലല്ലേ ഇരുന്നിട്ട് അപ്പുറപ്പുറത്തൊന്നും നോക്കണ്ട, നിങ്ങൾ എന്നെ നോക്കി. ഞാൻ പറഞ്ഞേ പൊട്ടുന്നതെല്ലാം പൊട്ടിട്ടുന്ന ഇവിടെ വിഷയം ചെയ്യല്ലേന്ന് നിങ്ങൾ അതിലേണ്ട് കണക്കറിഞ്ഞപ്പല്ലേ? എന്തേ ബുർദ? ബുർദ എന്ന കാവ്യശകലത്തില് ഒരു വരിയുടെ അരവരി, ഒരു വരിയുടെ അരവരി അത് ഇമാം ബൂസൂരി തങ്ങൾ എഴുതിയതല്ല. ബൂസൂരി തങ്ങളെ ഇമാമിന്റെ വായിൽ വന്നതല്ല, മുത്തുനബി തങ്ങളെ ചേർത്ത് കൊടുത്തതാണ്. അതേ മുത്തുനബി തങ്ങളുടെ ബാക്കി പദ്യവും ബാക്കി പറഞ്ഞ വാക്കും പതിഞ്ഞ ബൈത്താണ് ബുർദ. അതേ മുഹമ്മദ് ഇമാം ബൂസൂരി തങ്ങൾ പാടി 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 പാടിയേട്ട ഇവിടെ വരെ എത്തുകയാണ്. അതിന്റെ പുറം പാടാൻ, അതിന്റെ പുറം എഴുതാൻ, അതിന്റെ പുറം പറയാൻ ഇമാം ബൂസൂരി തങ്ങൾക്ക് കിട്ടുന്നില്ല. ഒരുപാട് ആലോചിച്ചോ. വലിയ സാഹിത്യകാരനാണ്, ലോകം കണ്ട അറബി വിദഗ്ധനാണ്, വലിയ ആലിമാണ്, വലിയ മഹാനാണ്. പക്ഷേ ഇത്ര കണ്ട് പാടി 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 പാടിയിട്ട് എന്നതുവരെ എത്തിയതിന്റെ ശേഷം അതിന്റെ പുറം പാടാൻ പിന്നെ മഹാനർക്ക് കിട്ടുന്നില്ല. എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല, എത്ര ചിന്തിച്ചിട്ടും കിട്ടാത്ത
കിട്ടാതെ വന്നു വിഷമത്തോടെ ബേജാറോടെ ഇരിക്കുമ്പോ പൊന്നാര നബി തങ്ങള് കിനാവില് വരികയാണ്. ഉസൂരി ഇമാം തങ്ങളെ തടവുന്നു, രോഗം മാറുന്നു, പാടിയതത്രയും പാടാൻ പറയുന്നു. പാടിപ്പാടിയിട്ട് ആമിൻതത് കുറിച്ച് മുതല് മുത്തുനബി തങ്ങളെ വാറ്റി പറഞ്ഞ പാട്ട്, മുത്തുനബി തങ്ങളെ ആപാദനങ്ങൾ പറയപ്പെട്ട ആ ബൈത്ത്, മുത്തുനബി തങ്ങളെ പ്രകീർത്തനങ്ങളെ കൊണ്ട് മുഖരിതമായ ആ ബൈത്ത് ഇമാം ബുസൂരി തങ്ങളെ ഈണത്തിൽ അങ്ങ് പാടുകയാണ്. പാടിപ്പാടിയിട്ട് മുത്തുനബി തങ്ങളെ കേൾപ്പിക്കുകയാണ്. അവിടെ വരെ എത്തിയപ്പോ അതിന്റെ പുറം പാടാൻ ബുസൂരി ഇമാം തങ്ങൾക്ക് പറ്റുന്നില്ല. ശ്രമിച്ചിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ചിന്തിച്ചിട്ടും കിട്ടാതെ വന്നപ്പോ മുത്തുനബി തങ്ങളെ ബാക്കി അവിടെ നിന്ന് പാടിയിട്ട് ഫിറ്റ് ചെയ്യുകയാണ്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അതാണ് അതിന് അത്ര വലിയ ബർക്കത്തും കറാമത്തും. പിന്നെ എനിക്ക് നിങ്ങൾ നോക്കി, ലോകത്തിന് ഏത് ടൂണടുക്കി, ഏത് രാഗടുക്കി, ഏത് ടൂണെടുത്തങ്ങോ അതിനൊപ്പിച്ചിട്ട് ബുർദ പാടാൻ കഴിയും. ബുർദക്ക് ഫിറ്റ് ആവാത്ത ഒരു ടൂണ് ലോകത്തല്ല ഉണ്ടാക്കിയിട്ട ഇതുവരെ. ഇനി ഉണ്ടാക്കോ ഇല്ല നമുക്കറിയില്ല. ഏത് ടൂണ് മൈക്ക് ടൈസന്റെതാ, അല്ലെങ്കിൽ ഞങ്ങളെ ഊർത്തോന്റെതാ, മലയാളക്കാരൻ്റെതാ, മാപ്പിള ഗായകന്റെതാ, ഇംഗ്ലീഷ് ഗായകന്റെതാ, ഏത് മനുഷ്യന്മാരുണ്ടാക്കിയ ടൂൺ എടുത്തിട്ട് നോക്കിയെങ്കിലും അതിനൊപ്പിച്ചിട്ട് ബുർദ പാടാം. അതാണ് ബുർദ. നമുക്കുണ്ടോ ബുർദ വായില്? നമ്മളെ വായില് കച്ചാ ബാദാം. എന്ത് കച്ച ഐസ എന്ത് ബാദാം? വാ, നിങ്ങൾ വലിയ നല്ല മനുഷ്യന്മാരോ, നിങ്ങളെ വായിലിത് അറിഞ്ഞിട്ടേ ഇല്ലേ? നിങ്ങൾ കേട്ടിട്ട് ഫസ്റ്റ് കേട്ടെ എന്നല്ലേ അല്ലേ? മാഷാ അല്ലാഹ്. പിന്നെ നിങ്ങളെ പോലത്തെ ഉണ്ടെങ്കിൽ സ്വർഗ്ഗില്ലാണ്ട് നമ്മളെ കീടാവനി റബ്ബി ലെവലിന്റെ ഇത് കഴിഞ്ഞല്ല. പാട്ടും ബൈത്തലും കഴിഞ്ഞ് അൽഹംദുലില്ലാ ചന്തത്തിൽ പാടി അള്ളാഹു ഞങ്ങളെ കീടാവിനെ എൻ്റെ എല്ലാ പ്രതിഫലവും നൽകട്ട്. അതിനേക്കാളേറെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച ഞങ്ങളെ ഉസ്താദുമാർ എല്ലാം കൊണ്ടും അവരെ മക്കളല്ല ഇവരുടെ കുഞ്ഞല്ലാതെ, ഇവരുടെ മോനല്ലാതെ, ഇവരുടെ കിടാവല്ലാതെ, എന്നിട്ട് പോലും ആ കിടാവ് പാടണം, പ്രസംഗിക്കണം, ഉഷാറാകണം, നല്ല സമ്മാനങ്ങൾ വാങ്ങിയിട്ട് പരക്ക് പോവണോ, ഈ കിടാവ് നല്ല ഉഷാറാവണോ എന്ന് ചിന്തിച്ചിട്ട് നിങ്ങളെ മോനെ സ്വന്തം മോനായി കണ്ടിട്ട് പഠിപ്പിച്ചവരാണ് ഈ ഉസ്താദുമാർ. അവർക്കും അല്ലാഹ് ഏറിയ കൂലി നൽകട്ടെ. ദീനിന്റെ വലിയ ആലിമീങ്ങളാണ്, ദീനിന്റെ വലിയ ശിആറുകളാണ്. ഫഇന്നഹും ഫി ഉജൂഹിൽ അർളി യഖ്മാറു. ഇമാം സലാഹുദ്ദീൻ തങ്ങൾ പറഞ്ഞല്ല, ഭൂമിയിലെ വെളിച്ചമാണവര്, ഭൂമിയിലെ ദീപമാണവര്, ഭൂമിയിലെ ലൈറ്റാണവര്. അവരാണ് ഞങ്ങളെ മക്കളെ സ്വന്തം കുഞ്ഞായി കണ്ടിട്ട് പാടിപ്പിച്ചത്. അല്ലേ? അയാൾക്ക് മക്കളില്ലേ നാട്ടില്? ഉർമണയില് അയാൾക്കിടാവിന് പാട്ട് പാടായിന, സ്റ്റഡി ആയിന, രാഗം ശരിയായിന, കറക്റ്റ് ആയിന അയാൾ കേട്ടിട്ടില്ല. പോയിട്ട് അയാൾക്ക് ടൈമില്ല. അയാൾ നിങ്ങളെ കിടാന് നോക്കുന്നല്ലേ ബാക്കിയായി. എന്തേ? അത് അയാൾ വിചാരിച്ചത് ഞങ്ങളെ കിടാന്, ഇത് എന്റെ കിടാന് ഷറാട്ട്, ചന്തത്തില് പാടട്ടെ, ചന്തത്തില് പ്രസംഗിക്കട്ടെ, ചന്തത്തില് ആൻസർ ചെല്ലട്ടെ, നന്നാവട്ടെ എന്ന് ചിന്തിച്ചവരാണ് ഈ വലിയ ആലിമീങ്ങൾ. അല്ലാഹു തക്കതായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങളും ക്ലേശങ്ങളും കട്ടപ്പാടുകളും എല്ലാം മാറ്റി അല്ലാഹു ദുന്യവിയും ഉഖ്റവിയുമായ ജീവിതം റാഹത്തിലാക്കട്ടെ. എത്ര ദുആരൊന്നും മതിയാവലല്ല. ഏതോ മക്കളെ സ്വന്തം മക്കളായിട്ട് കാണുന്നു അവർ അങ്ങനെ കാണുന്നത്, ഞമ്മങ്ങനെ കാണുന്നത്, ഞമ്മ പണിക്കാരായിട്ട് കാണുന്നത്. അത് ആ പണിക്കാറല്ലേ, ഖത്തീബ് പണിക്കാറല്ലേ, മുക്രി പിന്നെ ഞങ്ങളെയും പണിക്കാരൻ. കാരണം അയാൾക്ക് അത് തഹൗലയില്ല, അപ്പൊ പിന്നെ ഞങ്ങളെയും പണിക്കാരന്. സത്യത്തിൽ അവർ അള്ളാന്റെ പണിക്കാരാണ്, നാട്ടിന്റെ പണിക്കാരല്ല. അത് മുന്നേ മനസ്സിലാക്കണം. ഞമ്മ തിരിഞ്ഞ എനിക്ക് ചില ആൾക്കാർക്ക് ഈ ആലിമീങ്ങള്, ഉസ്താദുമാറ്, തങ്ങന്മാറ്, മഹാന്മാർ എന്നെല്ലാം ചെല്ലുമ്പോ ഒരു താത്സാര മനോഭാവ, ഒരു അവഹേളനക്കാരി ചിന്താഗതി, അത് ശരിയല്ല. അവരില്ലേ അള്ളാന്റെ ലോകത്ത് ദീനില്ല, അവരില്ലേ
അള്ളാന്റെ ലോകത്ത് ഖുർആനില്ല, അവരില്ലേ ഞങ്ങളെ കുഞ്ഞിന് ഫാത്തിഹയില്ല, അവരില്ലേ മുത്തുനബി തങ്ങളെ ലോകത്ത് പറയപ്പെടില്ല. فإنهم في وجوه الأرض എപ്പോഴും പ്രാർത്ഥനകളിൽ അവർ ഉണ്ടാകണം. അള്ളാഹു ആ സ്വാലിഹീങ്ങളെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു വന്നത്, ഞങ്ങളെ കിടാവിന് 1.5 മാസം കഷ്ടപ്പെട്ടിട്ട് ഞങ്ങളെ ഉസ്താദ് പഠിപ്പിച്ചു. നിർത്താനായി. ബഹുമാനപ്പെട്ട സെക്രട്ടറി, ബഹുമാനപ്പെട്ട ഞങ്ങള് എൻ്റെ വലിയ കൂട്ടുകാരനും അയാൾ നേരത്തെ പറഞ്ഞ പോലെ 30 കൊല്ലത്തെ പരിചയം. 30 കൊല്ലത്തെ പരിചയമല്ല, പരിചയം ഏകദേശം ഞങ്ങൾ സ്കൂൾ പോകുമ്പോഴേ ഉണ്ട്. അങ്ങനെ അയാൾ 30 ആണ്ടെന്നെല്ലാം കൂട്ടുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഇയാൾക്കൊരു 28 പൈസക്ക് ഒരു 70, ഇയാൾക്കൊരു 28. 30 പൈസ കുറച്ച് കൂട്ടിനാന്നൊക്കെ ഒരു ഡൗട്ട്. എന്നാലും ഞാൻ വലിയ പണ്ട് ഇന്ത് സൈക്കിളിൽ കുട്ടികൾ പോയില്ലേ, ഇതേപോലെ കിന്നയിൽ നിന്നിട്ട് ഉറുമണക്കും മംഗളനഗർ മാറാട്ടി മൂലക്കൊക്കെ ഇതേ ഫൈസിയും ഞാനും അലിദാരിമിയും ഈ നാട്ടിലെ ഞങ്ങൾ ഉസ്താദുമാരെല്ലാം കൂടി പഠിക്കുന്ന കാലത്തെ സൈക്കിളിൽ കൊടിയും കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ഈ ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടി പോയവരാണ്. അൽഹംദുലില്ലാ. അതൊക്കെ അയാൾ ഓർമ്മിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മയായത്. ഞമ്മല്ലതിനും മറന്ന് അതങ്ങനെയാണല്ലോ, ലോകം പലതും മറക്കുമല്ലോ. മറവി അനുഗ്രഹമാണ്. ലോകം പലതും മറക്കും, മറക്കണം. മറക്കാൻ പറ്റാത്ത ഒന്ന് മരണം, ബാക്കിയെല്ലാം മറക്കണം. മറ്റോ ഉപദ്രവിച്ചെങ്കിലും മറക്കണോ? ഞമ്മത് മറക്കല. അള്ള വരുത്തപ്പെട്ടവും ഞാൻ മറക്കല അല്ലേ? ഒരാൾക്ക് ചെയ്ത ഗുണം നമ്മൾ മറക്കണം. അതിന് ചൊല്ലിക്കൊണ്ടേ ഇരിക്കാനില്ല. ഞാൻ സിമെന്റ് തന്നിട്ടില്ലേ, ഞാൻ ഇരുമ്പ് തന്നിട്ടില്ലേ, ഞാൻ ഒലക്ക തന്നിട്ടില്ലേ, അത് മറക്കണം. ഒരാൾ ഇങ്ങ് ഉപദ്രവിച്ചു, അത് നീ മറക്കണം. മരണം മറക്കരുത്. പ്രസവിച്ച വേദന പോലും അള്ളാഹു ഉമ്മാക്ക് മറപ്പിച്ചോ. ഒരു വേള ഉമ്മത് മറന്നിട്ടില്ലെങ്കിൽ 4ാമത്തെ കിടാവായിട്ട് എൻ്റെ ഉമ്മ എന്നെ പേരലായിരുന്നു. അള്ളാഹു ഞങ്ങളെ ഉമ്മ വാപ്പാക്ക് പുറത്തു കൊടുക്കട്ടെ, അവരുടെ ആഹാരം അല്ല വിളിച്ചാക്കട്ടെ. അപ്പൊ അള്ളാഹു ആ പ്രസവ വേദന മറപ്പിച്ചു. ഒരു മനുഷ്യന് താങ്ങാവുന്ന വേദനകളെ കൂട്ടത്തിന്റെ അങ്ങേയറ്റത്തെ വേദനയാണ് 9.5. തിരിഞ്ഞിട്ട മെഡിക്കൽ സയൻസ് പറയുന്ന ഒരു കണക്കാണ്. ഞാനിപ്പോ കണക്ക് പറയാൻ വന്നതല്ല. അതാണ് മരണവേദന 9.5. ബാക്കി നമ്മളെ കുരുൻ്റെതും ക്യാൻസറിൻ്റെതും വേദനകളുമെല്ലാം 3.9, 4.1 അത്രയേ ഉള്ളൂ. അതിന്റെ അപ്പുറം പോയ 9.5 എത്തുന്ന മരണം നമുക്ക് സംഭവിക്കും. പക്ഷേ കേക്ക് ഞങ്ങളെ ഉമ്മ ഞങ്ങളെ ജന്മം നൽകുമ്പോ, ഞങ്ങളെ ഉമ്മ ഞങ്ങളെ പ്രസവിക്കുമ്പോ 9.5 വരുന്ന വേദന സഹിച്ചിട്ട് തന്നെയാണ് പെറ്റതെന്ന് മെഡിക്കൽ സയൻസ് പറയുന്നു. അതാണ് മരണവേദനക്ക് തുല്യമായ വേദന സഹിച്ചവരാണ്. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ, അവരുടെ ആഖിറമല്ല വെളിച്ചമാകട്ടെ. ഞങ്ങളെ ബാപ്പ ഉമ്മാന്റെ ഖബർ ജീവിതമല്ല സന്തോഷത്തിലാകട്ടെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ഉമ്മ ബാപ്പാക്ക് അല്ലാഹു ആഫിയത്തും റാഹത്തും സന്തോഷവും ഏറ്റി കൊടുക്കട്ടെ. അല്ലേ? അപ്പൊ ആ ഉമ്മാനെല്ലാം പഠിപ്പിക്കുന്നതാണ് നമ്മളെ ഈ ഉസ്താദുമാർ. ഈ കിടാന് 1.5 മാസം ഇവിടെ പഠിപ്പിച്ചിട്ട് കിടാന് നേരെ ചന്തത്തിൽ കിട്ടുന്നേ ഇല്ലേ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വിഷയം ഏലെല്ലാം പോണ്ട. അപ്പോൾ ഫൈസി അത്രയെല്ലാം ഓർമ്മിച്ചിട്ടാകുമ്പോൾ എനക്കും ഭയങ്കര അത്ഭുതമായി. അയാളതെന്തും മറന്നിട്ടാലോ. നമ്മുടെ ഫോണാക്കുമ്പോൾ എന്നോട് ചെന്ന് അന്ന് ഇതേപോലെ ഒരു പ്രസംഗത്തിന് വന്നിട്ട് നിങ്ങൾ ഔത്ത് വന്നിട്ട് ബസളന്റെ കറി കൂട്ടിയിട്ട് പോയത് ഓർമ്മ ഉണ്ടാകും. അയാളൊരു ഓർമ്മ. അള്ളാഹു ആ മെമ്മറി പവർ കൂട്ടിക്കൊടുക്കട്ടെ. അത് ദീനിനും സുന്നത്ത് ജമാഅത്തിനും വലിയൊരു മുതൽ കൂട്ടാക്കി കൊടുക്കട്ടെ. അയാൾ ചെല്ലുമ്പോഴാണ് എനിക്ക് ഓർമ്മയാണ് അങ്ങനെ ബസലിൻ്റെ കറിയും കൂട്ടിയിട്ട് ഞങ്ങൾ 4-5 ആൾ ഇതിൻ്റെ ദീനിൻ്റെ ഒരു പിരിവിന് വേണ്ടിയിട്ട്, സംഘടനയുടെ പിരിവിന് വേണ്ടിയിട്ട് ബത്തക്കൻ്റെ ടെമ്പലി ബാംഗ്ലൂർക്കാ ബോംബെക്കാ പോയതാ. അപ്പോഴാണ് ഈ ബസലിൻ്റെ കറി കൂട്ടിയിട്ട് പൂർവ്വമായി. അപ്പോൾ അയാളൊരു ഓർമ്മ, ഞാൻ അത്ഭുതപ്പെട്ടു. അൽഹംദുലില്ലാ, നല്ലൊരു സംഘാടകനാണ്, അനുഗ്രഹീത സംഘാടകനാണ്. ഞങ്ങളുടെ ജില്ലയുടെ ഏറ്റവും വലിയ അറിയപ്പെട്ട ഒരു വ്യക്തിത്വമാണ് മുസ്തഫ ഫൈസി. ഞാൻ അയാളെ ഇരുത്തിയിട്ട് മുഖസ്തുതി പറയുന്നതല്ല. ഒരാളിലുള്ളതായ യോഗ്യത്തെ, അർഹത്തെ, ക്വാളിഫിക്കേഷൻ ഞങ്ങൾക്ക് പറയാം. മനസ്സില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ കൽബിൽ നഞ്ച് കാർന്ന് എന്നർത്ഥം. അയാളാള് മോശമില്ല, അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. അത് നിനക്ക് ചെല്ലാൻ നവ് പൊന്തുന്നില്ലേ, നിന്റെ ഉള്ളിൽ തളക്കുന്നു. അൽ ഹസദു യഅ്കുലുൽ ഹസനാത്. നീ പോയി മൂഞ്ചി. അപ്പൊ ഉള്ളത് ചെല്ലാൻ നീ മടി കാട്ടണ്ട. ആ നിലക്ക് പറഞ്ഞെന്ന് മാത്രം. പിന്നെ മുഖസ്തുതി അത് എപ്പോഴും നല്ലതല്ലേ. എന്നെയോ അങ്ങനെ കുറെ കയറ്റി അട്ടത്ത് വെച്ചിന് അയാള്. കുറെ പിടി അള്ളാഹു താല കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഞങ്ങൾക്ക് ഇഖ്ലാസ് അല്ലാഹ് ഏറ്റിത്തരട്ടെ. അപ്പൊ ഞങ്ങളെ കിടാക്കൾ ഇത്രയെല്ലാം പഠിപ്പിച്ചിട്ടും കിടാന് വേണ്ട പോലെ ഒരു ബൈത്ത്, ഒരു പാട്ട്, ഒരു ബുർദ കിട്ടുന്നില്ല.
എന്തെങ്കിലും ഒപ്പിച്ചിട്ട് സെക്കൻഡും ഫസ്റ്റ് എല്ലാം എടുത്തിട്ട് ഗ്ലാസും ചട്ടിയും കുക്കറും ഗ്യാസും എല്ലാം കൊണ്ടുപോയി. പക്ഷേ ഒരാൾ പോലും പഠിപ്പിക്കാതെ, ഒരാളെ കോച്ചിങ് ഇല്ലാതെ, ഗൈഡൻസ് ഇല്ലാതെ, ടീച്ചിങ് ഇല്ലാതെ നേരം വെളുക്കുന്നതിന്റെ ഇടയിൽ കിടാവ് പാടിയിട്ടു വായിനി, പറഞ്ഞിട്ടു വായിനി, കച്ചാ ബദാം പോ. എത്ര കിടാവ് മാത്രല്ല, അവിടെ ഷുഗർ പിടിച്ചിട്ട് നടക്കുന്ന 89 ബാപ്പയും പാടുന്നു കച്ചാ ബദാം. അയാൾ ബുർദ പാടാനില്ല. ആരാ ഒരു കാക്ക, അയാൾ 2 പെണ്ണുമൊക്കെ ഉണ്ടായില്ല, മങ്ങലായിട്ട് കൊടുത്തവരെ. ഒരാള് 2 പെണ്ണുമൊക്കെ ഉണ്ടായിന്. അപ്പൊ അയാൾ മങ്ങലാക്കിയിട്ട് വിട്ടല്ല. മങ്ങലാക്കിയിട്ട് വിട്ടിട്ടാകുമ്പോ ഒരു പെണ്ണിനെ കെട്ടീനെ, ഒരു മോളെ കെട്ടീനെ, ഒരു അരമോലാറ്, കുറച്ച് തിളുവളിക്ക് ഉള്ള ആള്, ഇടിമോലാറല്ല, ഒരു അരമോലാറ്. എല്ലാം പഠിച്ച ആളല്ല, എല്ലാം പഠിച്ചോർ ആരും ഇല്ല. ഒമാ ഊത്തിത്തുല്ലിൽമ ഇല്ല കലീല, ആരും കാമിലിയല്ല, എല്ലാം നാക്കിസാണ്. ഒമാ ഊത്തിത്തുല്ലിൽമ ഇല്ല കലീല, നിങ്ങൾ പോലും നാക്കിസാണ് നബിയെ, നിങ്ങൾക്ക് പോലും കൂടുതൽ തന്നിട്ടില്ല. അതുകൊണ്ട് കുൽ റബ്ബി സിദ്നി ഇൽമാ, എന്നെ കാമിലാക്കണേ, എല്ലാം തന്നനുഗ്രഹിക്കണേ, ഇൽമേറ്റി തരണേ എന്നെപ്പോഴും ദുആരക്കണേ. മുത്ത് റസൂലുള്ളാഹിയോട് പോലും അല്ലാഹ് പറഞ്ഞതാണ്. പിന്നെ ഞങ്ങൾ ആലിമാവും, പിന്നെ ഞങ്ങൾ ആലിമാവും, പിന്നെ ഞങ്ങൾ തികഞ്ഞവരാവും. ഇല്ല, എല്ലാം അറിഞ്ഞവരാരുമില്ല. ഏതുവാകട്ടെ, ഇങ്ങനെ ഇതാ ഇയാള് 2 പെണ്ണുമക്കളെ 2 ആൾക്ക് മങ്ങലാക്കിയിട്ട് കൊടുത്തു. ഒരാൾ ഒരു മൊയിലാറ്, ആലിമു. പിന്നെ ഒരാള് മൊയിലാറല്ല, ഇടി മനുഷ്യൻ. നാടോ ഇങ്ങനെ മറ്റാള് ഭാഗ്യ മനുഷ്യന്ന് കേട്ടിട്ട് ആൾക്കുൾ തക്കീറുണ്ട. ഒരാള് നാടോ, ഒരാള് മൊയിലാർ. അങ്ങനെ എന്താ സേബാന്റെ മങ്ങലായിനെ. അതിന്റെ അപ്പുറത്തന്നല്ലേ റമദാനും. വന്നിട്ടാകുമ്പോ പിന്നെ ജഗപൊക ഫറിന്റെ ഉള്ളിൽ നോമ്പ് തുറയും ആക്കി. ചൂട് പുതിയാപ്പിള ഒന്നും. രണ്ടാമത് സഡൻലി വന്ന റമദാനും. പിന്നെ അങ്ങനെയും ഗംഭീറാക്കണല്ലേ, സമൂസ വിത്ത് പഫ്സ് എല്ലാം വെച്ചിട്ട് തന്നെ പോ. അങ്ങനെ ഉഷാറിന്റെ നോമ്പ് തുറല്ലായി, ഭയങ്കര ഉഷാറായി, നല്ല റാഹത്തിലെ മരുമക്കെല്ലാം വന്നിന്. നോമ്പെല്ലാം തുറന്ന് അവിടെ അടുത്തുള്ള സ്രാമ്പി പള്ളിയിൽ പോയിട്ട് തറാവിയെല്ലാം നിസ്കരിച്ച് ആണ് ജാവ് വന്നിട്ട് മുത്തായവും കഴിച്ച് ഉറങ്ങി. അത്താത്തിന്റെ നേരം 3-3:30 ആകുമ്പോൾ എണീച്ച് അത്തായവും വെയിച്ച് ഉളു എടുത്തിട്ട് തഹജ്ജുദും നിസ്കരിച്ച് മരുമക്ക പുറക്കാർക്ക് എല്ലാരും കാക്കയും. ഇനി പള്ളിക്ക് പോകാൻ വേണ്ടിട്ട് ബാങ്കിനെ കാക്കുന്ന ഓറും. ബാങ്ക് കൊടുത്തില്ല പള്ളിയിൽ നിന്ന്. ബാങ്ക് കൊടുത്തപ്പോ പോവാ. അതിന്റെ ഇടയിൽ ആകെ ഒരു 10-12 മിനിറ്റ് എന്തോ ഉണ്ട് ബാങ്ക് കൊടുക്കുന്നത്. അതിന്റെ ഇടയിൽ ഈ വലിയ മരുമോ ഒരു മൊയിലാറല്ലേ, ഒരാലുമല്ല, അയാൾ എന്താക്കുന്ന, അയാളെ റൂമിന്റെ ഉള്ളിൽ ഈ തസ്ബിന്റെ മാലയും പിടിച്ചിട്ട് ഇങ്ങനെ തസ്ബി ചൊല്ലിക്കൊണ്ടും പാട്ട് പാടിക്കൊണ്ടും നടക്കുന്നു. പാട്ട് പാടുമ്പോൾ അയാൾ ബുർദ പാടുന്നു. മൗലായ നല്ല ചന്തത്തിൽ പാടിക്കൊണ്ട് മൂളിപ്പാട്ട് വെച്ചോ, അല്ല മൂളിപ്പാട്ട്. ഇത് ഇപ്പുറത്തെ മരുമോ കേട്ടെ, ഇപ്പുറത്തെ മോവ, ചെറിയ മോവ. ഓളെ മാപ്പിള്ളി ചെന്നല്ലേ, നിങ്ങൾ എന്തൊക്കെ പാടിയേ, അവിടെ അളിയൊക്കെ പാടുന്ന ആർക്കും. അപ്പുറത്തെ റൂമിൽ അളിയൊക്കെ നിങ്ങൾ എന്തൊക്കെ പാടിയെന്ന് ഞമ്മ കുറയാൻ കയലല്ലേ, നിങ്ങൾ എന്തൊക്കെ പാടി. അവ ഇയാൾ പാട്ടൊക്കെ അറിയാലോ. അവൻ ഈ അരിൻ്റെയും പഞ്ചായത്തിൻ്റെ കണക്കറിയുന്നല്ലാണ്ട് റബ്ബറിൻ്റെയും ചക്കറിൻ്റെയും ഓൽച്ചക്കറിൻ്റെ കണക്കറിയും അവന് പാട്ടൊന്നും വലിയ പിടിയില്ല. അപ്പോൾ ഞാൻ എന്തോ ഒന്ന് പാടി, അല്ലെങ്കിൽ സ്വപ്നം കടിച്ചിട്ട് കേട്ട് ബരിയത്തിൽ പോയി ഇവിടെ അളിയെ കണ്ട് ചന്തത്തിൽ പാടാൻ വയ്ക്കില്ല, വിരളിയാക്കി നിങ്ങൾ എന്തൊക്കെ പാടി. ഓനും പാടിയോ, എന്തോ പാടി അറിയാം. അപ്പൊ ബാങ്ക് കൊടുത്തു. ബാക്കി എത്രയോ എന്റെ ശനിക്കാന്നറിയില്ല, ബാങ്ക് കൊടുത്തു സ്ഥലവത്തായോ. അങ്ങനെ 3 ആളും നടന്നുകൊണ്ട് പള്ളിക്ക് പോയാൽ 3 ആളും കാക്കയും മരുമോനും ചെറിയ മരുമോനും പോകുമ്പോ കാക്ക കേട്ടാലോ വലിയ ചെറിയ മരുമോന്റെ അല്ല നീ പാട്ട് അവിടെ താജ് നിസ്കരിച്ചിട്ട് കുറച്ചു നേരം അവിടെ വെയിറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് പാടുന്ന കേട്ടോ റൂമിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പാട്ട്. എന്ത് പാട്ട്? അതവിടെ ബലിയാളിയാക്ക പാടി. അങ്ങനെ ഞാനും പാടിയേ. ബലിയാളിയാക്ക എന്ത് പാടിയേ? ബലിയാളിയാക്ക ബുർദ. ഞാൻ ബർദേ പാടിയത്. നിങ്ങൾ ശരിക്കും നാളെ എനക്കും ഡൗട്ടുണ്ട്, വെറുതെ തന്നെ പാടണം. എത്ര ഞമ്മക്കും ബുർദ അറിയുന്നില്ല, എല്ലാം അറിയണമെന്നില്ല. അതെല്ലാം വേണം. അതെല്ലാം പരന്ന് പോയപ്പോഴാണ് ഈ മലാമത്ത് കൊറോണ വന്ന്. എല്ലാ ആഫത്തും മുസീബത്തും ക്യാൻസറും പെട്ടെന്നുള്ള മരണവും എല്ലാം വന്നത് ഈ മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹുകളും അള്ളാന്റെ ദിക്റുകളും നാട് നീങ്ങിയപ്പോഴാണ്. മഹാനായ ഇമാം ബുസൂരി തങ്ങളെ രോഗം മാറി. ആ ബുർദ നമുക്ക് പരിഹാരമാണ്, നമുക്ക് മരുന്നാണ്, നമുക്ക് സിദ്ധൌഷധമാണ്. എല്ലാത്തിനേക്കാളുപരി അത് മദ്ഹുൻ നബിയാണ്. വലിയ പോരിശയേറിയ മദ്ഹാണത്, മദ്ഹ് ബൈത്താണത്. അത് പാടണോ, അത് പാടാൻ വേണ്ടി നേർച്ചയാക്കണോ. സ്വന്തമായി പാടാൻ അറിയുന്നില്ലെങ്കിൽ അറിയുന്നവരെ കൊണ്ടുവന്നിട്ട് പാടിപ്പിക്കണോ. പഴയ ആൾക്കാരൊക്കെ അത് പാടിയിരുന്നു, അവരുടെ പ്രശ്നങ്ങൾ തീർന്നിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് മുത്ത്
മുത്തുനബി തങ്ങളെ മദ്ഹ് പറഞ്ഞാൽ മാറാത്ത രോഗങ്ങളില്ല, തുറക്കപ്പെടാത്ത വാതിലില്ല. ഏത് മനുഷ്യനെ കാണാൻ ചെല്ലുമ്പോഴും ആരോട് എന്ത് കേൾക്കാൻ പോകുന്നുണ്ടെങ്കിലും മുത്തുനബി തങ്ങളെ പേരിലുള്ള മൗലിദോദിയിട്ട് മദ്ഹോദിയിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് പോ, വാതിൽ തുറക്കപ്പെടും, കാര്യങ്ങൾ നിറവേറ്റപ്പെടും. അല്ലാഹു നിന്റെ കാര്യങ്ങൾ എളുപ്പത്തിൽ പൂർത്തിയാക്കോ. കണ്ടില്ലേ ഞങ്ങളെ മലയാളക്കരയില് ഇന്ത്യയിലെ മഹാനായ ഉമർ ഖാലി റളിയല്ലാഹു അൻഹു, മമ്മജിന്റെ മോവല്ല ഞാൻ ചൊല്ലി, ഉമർ ഖാലി വെച്ചു ചൊല്ലി റളിയല്ലാഹു അൻഹു. ഉമർ ഖാലി വെളിയങ്ങോട്ട് മറവട്ട് കിടക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ കൂട്ടത്തിൽ പ്രധാനിയായിരുന്നു. പക്ഷേ ആ സമരമുറ വേറൊരു സ്റ്റൈലായിരുന്നു. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്. രാഷ്ട്രപിത മഹാത്മാജി ഈ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്ക് ശുങ്ക കൊടുക്കരുത്, എന്താ പറയാ, തെരിക കൊടുക്കരുത്, ടാക്സി കൊടുക്കരുത്, ഞങ്ങൾ താമസിക്കുന്ന മണ്ണ് ഞങ്ങളതാണ്, ഞങ്ങളെ നാട് ഞങ്ങളതാണ്, എന്റെ വീടുള്ള